السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായവും സംരക്ഷണവും തേടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ഖുർആനാണ്. അപ്പോൾ എല്ലാവരും ഔസും ബിസ്മിയും പറഞ്ഞ് തന്നെ തുടങ്ങാം. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. നമ്മൾ 26 ആയത്ത് വരെ കവർ ചെയ്തല്ലേ. കഴിഞ്ഞ ആയത്തിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ നിസ്സാരമായിട്ടുള്ള കൊതുക് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പ് അല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ പെർഫെക്ഷൻ, എത്ര ഭംഗിയായിട്ടാണ് അതിനെ അള്ളാഹു സുബ്ഹാനഹു തആല ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, എത്ര പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണെന്നല്ലേ, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്ര പെർഫെക്ഷൻ ആയിരുന്നു സുബ്ഹാനല്ലാഹ് കൊതുകിൻ്റെ സൃഷ്ടിപ്പിൽ നമ്മൾ കണ്ടത് അല്ലേ. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ കേൾക്കുക, കാരണം നമ്മൾ കുറേ പിക്ചറൊക്കെ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പം വല്ലാത്തൊരു സുബ്ഹാനല്ലാഹ് ഫീലിംഗ് ആയിരുന്നു അല്ലേ. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഖുർആനിലുടനീളം നമ്മളെ ശ്രദ്ധേനെ പിടിച്ചു കുലുക്കുന്ന, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, അത് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചാലും ഖുർആനോടുള്ള ഒരു സ്നേഹം അങ്ങനെ വളർത്തി കൊണ്ടുവരും. ഖുർആൻ ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മളറിയാതെ നമ്മളുടെ ഈമാൻ കൂടും, നമ്മളറിയാതെ നമ്മളുടെ യഖീൻ കൂടും, നമ്മളറിയാതെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഖുർആനോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള പവറുള്ള വാക്കുകളാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഓരോ വാക്കും. ഒന്നും നമുക്ക് ഒഴിവാക്കാനില്ല, ഓരോന്നും നമ്മളെ കൂടുതൽ 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 അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ അത് ആഗ്രഹമുള്ളവർ അതിലേക്ക് ഓടിയടുക്കുക, അതിനുവേണ്ടി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക, റബ്ബിനോട് തൗഫീക്കിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതേപോലെ ഖുർആന്റെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് അങ്ങനെ കേട്ടുവിടാനുള്ളതല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളതാണ്, പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കാനുള്ളതാണ്, ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. ഇത്രയും ഈ ഒരു തരത്തിൽ ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, ആ ഒരു രീതിയിലുള്ള ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ പറ്റാത്തവർ, ചിന്തിക്കാൻ പറ്റാത്തവർ എത്ര അൺലക്കി അല്ലേ, എന്ത് നിർഭാഗ്യവാന്മാരാണ് അവർ. സുബ്ഹാനല്ലാഹ്. ഈ ഒന്നോ രണ്ടോ ആയത്തുകൾക്ക് തന്നെ നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റിയ വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വാക്ക് പോലും പ്രയോജനപ്രദമല്ലാത്തതില്ല. ഒരു ആയത്ത് പോലും, പലതും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും, അർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇതുകൊണ്ട് എന്താ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലായിരിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നുപോലും വെറുതെയോ തമാശക്ക് യൂസ്ലെസ് ആയിട്ട് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കുഞ്ഞു സൃഷ്ടിയെ പോലും, ഒരു നിസ്സാരമായിട്ടുള്ള ഒരു എന്താ പറയുക കീടത്തിനെ പോലും അള്ളാഹു സുബ്ഹാനഹു തആല വെറുതെ സൃഷ്ടിച്ചിട്ടുമില്ല. അതിൻ്റെയൊക്കെ തെളിവാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അല്ലേ. ഒരു കീടത്തിനെ പോലും അള്ളാഹു സുബ്ഹാനഹു തആല വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ എല്ലാ കമാൻഡും, അള്ളാഹു നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞോ അതൊക്കെ ചെയ്യാനും, അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞോ അതൊക്കെ ചെയ്യാതിരിക്കലും നമ്മളുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ അതിന് സീരിയസ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറെ പലതും ഉണ്ടാവും, വളരെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പടി താഴോട്ട് മാറ്റി വെക്കുക. നമ്മൾ വീട്ടിലുള്ള ഒരു ഷെൽഫ് ആലോചിച്ച് നോക്കുക, ഒരു ഷോക്കേസ് പോലെ. അതിന്റെ ഏറ്റവും മുകളിലെ നമ്മൾ ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ആരും മീൻസ് കുട്ടികളൊന്നും കൈയെത്താത്ത, വീണ് പൊട്ടിപ്പോവാത്ത രീതിയിൽ ഏറ്റവും മുകളിൽ വെക്കും അല്ലെ. ബാക്കിയുള്ളതിനെ ചിലപ്പോൾ നമ്മൾ താഴെ വെക്കും. അപ്പം ഏറ്റവും മുകളിൽ നമ്മളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആലയും അള്ളാഹുവിന്റെ കൽപ്പനകളുമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻസ് മതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കി കൊടുക്കുന്ന എല്ലാത്തിനും. ഓക്കെ, അതിനിയും പ്രയോറിറ്റൈസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യും. എന്നാലേ നമുക്ക് അല്ലേ നമ്മൾ ഈ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥവും ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആയത്ത് അവസാനം നിർത്തിയത് യുദില്ലു ബിഹി കസീറം വയഹ്ദി ബിഹി കസീറ അല്ലേ. അതുകൊണ്ട്, അതായത് ആ ഒരു ആയത്ത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഉദാഹരണം കൊണ്ട്, കൊതുകിന്റെ ഉദാഹരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് പേരെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നു. അതേ ഉദാഹരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് പേർക്ക് മാർഗദർശനം, ഹിദായത്ത് കൊടുക്കുകയും ചെയ്യുന്നു. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. അതായത് ഫാസിഖ് അല്ലാത്ത ഒരാള് അല്ലാതെ അതുകൊണ്ട് വഴികേടിലാവുന്നില്ല. അപ്പൊ ഫാസിക്കുകളാണ് അതുകൊണ്ട് വഴികേടിലാവുന്നത് അല്ലേ. അപ്പം
ഈ ആയത്ത് ഇന്ന് നമ്മൾ 27 വളരെ ചെറിയ ആയത്താണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിനകത്ത് ഫാസിഖ് എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ വളരെ ചെറിയ ആയത്താണെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ഇതിനകത്തുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹുമായി കരാർ ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കുന്നവരാണവർ. അള്ളാഹു കൂട്ടിയിണക്കാൻ കൽപ്പിച്ചതിനെ വേർപ്പെടുത്തുന്നവർ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, നഷ്ടം പറ്റിയവരും അവർ തന്നെ. നമുക്ക് വാക്കർത്ഥങ്ങളിലേക്ക് പോവാം. അല്ലദീന യാതൊരുവർ, അല്ലെ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. യങ് റൂട്ട് നൂന് ഖാഫ് ദോദ്, ലംഘിക്കുക, ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അവർ ലംഘിക്കുന്നു. ഇവിടെ യാ ആദ്യത്തിലും വാവ്നൂൻ അവസാനത്തിലും വന്നതുകൊണ്ടാണ് അത് അവർ എന്നായത്. യങ്കുദു ആണെങ്കിൽ അവൻ ലംഘിക്കുന്നു അല്ലെങ്കിൽ അവൻ മുറിക്കുന്നു എന്നായനെ. അഹ്ദ് എന്താണ്? കരാറ്, ഉടമ്പടി. ഓക്കെ, അഹ്ദി അള്ളാഹുവിന്റെ ഉടമ്പടി. ഐൻ ഹ ദാൽ, അഹ്ദ്. മിൻ ബഅദി, മിൻ നിന്ന്, ബഅദ് ശേഷം, ഏതോ ഒന്നിന് ശേഷം. എന്തിനു ശേഷമാണ്? മീസാഖിഹി അതിന്റെ ഉറപ്പിക്കലിന് ശേഷം. മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക, എന്തെങ്കിലും ഒരു ഉടമ്പടിനെ, ഒരു പ്രോമിസിനെ, അതിനെ ഉറപ്പിക്കുക. വാവ് സ ഖാഫ്. ഓക്കെ, ഹി അതിനെ, അപ്പൊ അതിനെ ഉറപ്പിച്ചതിന് ശേഷം. വയഖ്തഊന, എന്താ അല്ലെ, ആൻഡ് എന്നുള്ള അർത്ഥം. യഖ്തഊന റൂട്ട് ഖാഫ് ത ഐൻ, ഖാഫ് ത ഐൻ. യഖ്തഊ എന്ന് പറഞ്ഞാല്, ഖതഅ എന്ന് പറഞ്ഞാല് കട്ട് ചെയ്യുക, മുറിച്ചു കളയുക. ഓക്കെ, യഖ്തഊന അവർ മുറിച്ചു കളഞ്ഞു. അവർ ആദ്യം യാ, അവസാനം വാവ്നൂൻ. ഈ ഒരു ഫോമാറ്റിൽ കുറേ വാക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഓക്കെ, ഇത് അവരെ കുറിച്ചാണ് പറയുന്നത്. ഏതൊന്നിനെ, അവരെന്തിനാണ് ഇതാക്കിയത്? അമറല്ലാഹു, അള്ളാഹു കൽപ്പിച്ചതിനെ. അമറ ഹംസ അല്ലെങ്കിൽ അലിഫ് മീം റോ ആണ് റൂട്ട്. അള്ളാഹു കൽപ്പിച്ചതിനെ, ബിഹി അതിനെ പറ്റി. യൂസല, അത് എന്താണ്? അത് ചെയ്യണമെന്ന് എന്നുള്ള അർത്ഥത്തില്. യൂസല എന്ന് പറഞ്ഞാല് ചേർക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, അത് വാവ് സ്വാദ് ലാം ആണ് യൂസല. വയുഫ്സിദൂന എന്താണ്? അവർ കുഴപ്പമുണ്ടാക്കുന്നു, ഫസാദ് ഉണ്ടാക്കുന്നു. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഈ വാക്ക്, അല്ലെ. ഫ സീൻ ദാൽ. ഫിൽ അർദി, ഭൂമിയിൽ, മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഉലൈക അക്കൂട്ടർ, അവർ. ഹും അവർ തന്നെയാണ്. നമ്മൾ മുമ്പും ഇതുപോലെ ഹും ഇന്നഹും ഹും എന്ന് കണ്ടിട്ടുണ്ട്, അല്ലെ. അത് അതിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടി, അവർ തന്നെയാണ്. എന്ത്? അൽ ഖാസിറൂൻ, നഷ്ടക്കാർ. ഖാസീൻ റോ, നഷ്ടക്കാർ, നഷ്ടം സംഭവിച്ചവർ. ഖാസിറിന്റെ പ്ലൂറലാണ് ഖാസിറൂൻ. നമ്മൾ ഇതേ ഖാസിർ ഫോർമാറ്റിൽ കുറെ വാക്കുകൾ നമുക്കറിയാം, അല്ലെ. കാഫിർ, ഫാസിഖ്, ആലിം, സ്വാദിഖ്, സ്വാലിഹ്, എല്ലാം ഒരേ ഒരു ഫോർമാറ്റ് ആണ്, അല്ലെ. അറബിയിൽ നമുക്ക് ഇങ്ങനെ പാറ്റേണുകൾ കുറെ ഉണ്ട്. അതിന്റെ ആ ഒരു പാറ്റേണിന്റെ അർത്ഥം ഇന്നതാന്ന് മനസ്സിലാക്കിയാൽ ആ പാറ്റേണിൽ വരുന്ന എല്ലാത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതായത് ഫാഇൽ എന്നുള്ള ഫോർമാറ്റ് ആണ് ഇത്. ആലിം, ഖാസിർ, എല്ലാം. ഫാഇൽ എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആളിനെയാണ് ഫാഇൽ എന്ന് പറയുന്നത്. അതായത് ടീച്ച് എന്ന് പറയാം, പഠിപ്പിക്കുക, അല്ലെ. ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആൾ. ഇംഗ്ലീഷിൽ നമ്മൾ ഈ ആർ അവസാനം ചേർക്കുമ്പോൾ അത് ടീച്ചർ ആയില്ലേ, അത് പഠിപ്പിക്കുന്ന ആൾ. അതേപോലെയാണ് അറബിയിൽ ഫഅല എന്ന് പറഞ്ഞാൽ ചെയ്യുക, ഫാഇൽ എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ആൾ. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ഉണ്ടാക്കുന്നത്. അപ്പം റൂട്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ ഖലഖ എന്ന് പറഞ്ഞാൽ ഖ ലാം ഖാഫ്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുക, അല്ലെ. അപ്പം അതിനെ ഫായിലിന്റെ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുമ്പോ ഖാലിഖ് എന്താണ്? സൃഷ്ടിക്കുന്നവൻ. അലിമ അല്ലെങ്കിൽ ഇൽമ എന്ന് പറഞ്ഞാല് അറിവ്. ആലിം, ഇൽമുള്ളവൻ. കഫറ അല്ലെങ്കിൽ കുഫ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിഷേധം, അല്ലെ. കാഫിർ, നിഷേധിക്കുന്നവൻ. അപ്പൊ ഖസറ എന്ന് പറഞ്ഞാൽ നഷ്ടം. ഖാസിർ,
നഷ്ടപ്പെട്ടവൻ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നമുക്ക് വാക്കുകൾ പല പാറ്റേണുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പറയാൻ അറബി ഭാഷയിൽ ഒരു എളുപ്പ വഴികളുണ്ട്. പല പാറ്റേണുകളും ഉണ്ട്. നമുക്ക് ഓരോ പാറ്റേണും അതിന്റെ സമയത്ത് കാണാം. അപ്പം ഈ ഒരു ടൈപ്പിനെ ഖാസിർ അല്ലെങ്കിൽ ഫാഇൽ, ആലിം എന്നൊക്കെ പറയുന്നതിന് ഇസ്മു ഫാഇൽ എന്ന് പറയും. അതായത് ഒരു കർമ്മം ചെയ്യുന്ന ആളുടെ പേര്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന ആളുകളുടെ പേര്. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഒന്നും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ജസ്റ്റ് മനസ്സിലാക്കി പോവുക. അല്ലാത്തവർ തഫ്സീർ മാത്രം ശ്രദ്ധിക്കുക. പക്ഷെ നോട്ട് ചെയ്യാൻ പറ്റുന്നവർ, പഠിക്കാൻ പറ്റുന്നവർ ആ രീതിയിൽ പഠിച്ചു പോകുക. അപ്പം കുറച്ചും കൂടെ നമുക്ക് അതിന്റെ ശരിക്കും ഒരു സ്വീറ്റ്നെസ്, ഖുർആൻ മനസ്സിലാക്കുന്നതിന്റെ ഒരു മാധുര്യം നമുക്ക് കിട്ടും. സുബ്ഹാനല്ലാഹ്. നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. അല്ലദീന അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം പറഞ്ഞിരുന്നു എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു ഉദാഹരണം കൊടുത്തിട്ട് കുറെ ആൾക്കാരെ വഴികേടിലും ആക്കുന്നു, കുറെ ആൾക്കാരെ നേർവഴിയിലും ആക്കുന്നു, ഹിദായത്തിലും ആക്കുന്നു. പക്ഷെ വഴികേടിലാക്കുന്നവർ എങ്ങനെയുള്ള ആൾക്കാരാണ്? ഫാസിഖുകളാണ് അല്ലെ. ഫാസിഖീൻ അല്ലാത്തവരെ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല വഴികേടിലാക്കുന്നില്ല. ഫാസിഖീന്റെ അർത്ഥം നമ്മൾ പറയുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ആര് അള്ളാഹുവിന്റെ എന്താണ് അതിരിനെ കടക്കുന്നു അല്ലെ, അള്ളാഹു വരച്ച വരയെ ക്രോസ് ചെയ്യുന്നവരാണ് ഫാസിഖീങ്ങൾ. നമ്മൾ ഫിസ്ക് അല്ലെങ്കിൽ ആ വാക്ക് വന്നത് എവിടെന്നാന്ന് പറയുന്നത് അല്ലെ, ഒരു ഈത്തപ്പഴം അത് നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് അതിന്റെ തൊലിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് വരൂല. അപ്പം ആ ഒരു അതിനുപയോഗിക്കുന്ന വാക്കാണ് ഫിസ്ക്. അതിന്റെ ബൗണ്ടറിന്നും അതിന്റെ അതിരിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഫിസ്ക്. അതിൽ നിന്നാണ് ഫാസിഖ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഫാസിഖ് എന്ന് പറഞ്ഞാൽ അതിര് ലംഘിക്കുന്നവൻ. ഫാസിഖ് രണ്ട് തരത്തിലാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസ്കൽ അക്ബറും ഫിസ്കൽ അസ്ഗറും, വലുതും ചെറുതുമായിട്ടുള്ള ഫിസ്ക്. ഓക്കെ, വലിയ ഫിസ്ക് അല്ലെങ്കിൽ അക്ബർ ആയിട്ടുള്ള ഫിസ്ക് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അത് ഇസ്ലാമിന്റെ തന്നെ ബൗണ്ടറി, ഇസ്ലാമിന്റെ തന്നെ അതിര് ലംഘിച്ചുകൊണ്ട് പുറത്തു പോകുന്ന ആൾ. അതായത് അയാൾ പിന്നെ മുസ്ലിം ആണെന്ന് അയാളെ പറയാൻ പറ്റില്ല, അയാൾ വിശ്വാസിയാണെന്ന് പറയാൻ പറ്റില്ല. മൈനർ ഫിസ്ക് അല്ലെങ്കിൽ ഫിസ്ക് സഗീർ എന്ന് പറയുന്നത് ഒരാൾ വിശ്വാസിയാണ് എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് ചില അനുസരണക്കേടുകൾ അല്ലെ ചിലപ്പോൾ കാണിക്കുക, എപ്പോഴും അല്ല ചില സമയത്ത് കാണിക്കുക. പക്ഷെ അതുകൊണ്ട് അയാൾ അവിശ്വാസി ആവുന്നില്ല. ചില കുഞ്ഞു കുഞ്ഞു അനുസരണക്കേടുകൾ അത് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളും എന്താണ്, ഫാസിഖ് തന്നെയാണ്, പക്ഷെ മൈനർ ഫാസിഖാണ്. അപ്പൊ ഇവിടെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ ഫാസിഖ് എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു അവിശ്വാസിയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ആയത്തിനകത്ത് നമ്മൾ കണ്ടിരുന്നു അമ്മല്ലദീന കഫറു അല്ലെ, ഏതൊരുവൻ അവിശ്വസിച്ചുവോ അവനാണ് എന്ത് പറയാ, മാതാറാദല്ലാഹു ബിഹാസ മസല, എന്താണ് അള്ളാഹു എന്താണ് ഉദാഹരണം കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ അത് കാഫിർ ആയിട്ടുള്ള ആൾ തന്നെയാണ് അങ്ങനെ ചോദിക്കുക. അവരാണ് എന്ത് യുദില്ലു ബിഹി കസീറ, അള്ളാഹു എന്താണ് അതുകൊണ്ട് വഴികേടിൽ ആക്കിയിട്ടുള്ളത് അല്ലെ. അവര് ഖുർആനിൽ നിന്ന് യാതൊരു ഹിദായത്തും അവർക്ക് കിട്ടുകയില്ല. അപ്പം ആരാണ് ശരിക്കും ഈ ഫാസിഖ്? അതിന് ശരിക്കുള്ള ഒരു വിശദീകരണമാണ് ഈ ഒരു ആയത്തിൽ തരുന്നത്. അവരുടെ യാഥാർത്ഥ്യം എന്താണ്? ഈ ഫാസിഖുകളുടെ യാഥാർത്ഥ്യം എന്താണ്? അവരെന്താക്കുന്നവരാണ്? അതിര് കടക്കുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ബൗണ്ടറി ക്രോസ് ചെയ്യുന്നവരാണ് അല്ലെ. നമ്മൾ മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചതേ എന്തിനാണ്? അബ്ദായിട്ടാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞാലും അതിന് കീഴൊതുങ്ങുന്നവരായിട്ട്, അള്ളാഹു പറയുന്നത് എന്തിനേയും അതേപടി സ്വീകരിക്കുന്നവരായിട്ട് അല്ലെ. അള്ളാഹു പറഞ്ഞതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെ പരിഹസിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ളവരാക്കിയിട്ടല്ല നമ്മളെ മനുഷ്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പം അവരെ എന്തുകൊണ്ടാ ഫാസിഖ് എന്ന് വിളിക്കുന്നത്? അവര് അള്ളാഹു പറഞ്ഞതിന് കീഴൊതുങ്ങുന്നില്ല. അള്ളാഹു പലതും പറഞ്ഞിട്ടുണ്ടാവും, ഓ എന്നെ കൊണ്ട് അതൊന്നും പറ്റൂല, അല്ലെങ്കിൽ അവരതിനെ എതിർക്കും, അവരതിനെ സ്വീകരിക്കൂല, അവരതിനെ വിമർശിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെയൊക്കെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെ അല്ലെ, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പല കൽപ്പനകളെയും വിമർശിക്കുന്നവരുണ്ട്. അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കൂല എന്ന് പറഞ്ഞിട്ടില്ലേ. അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഫാസിഖീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഫാസിഖുകളുടെ കൂട്ടത്തിൽ പെടുന്നതിനെ തൊട്ട്. അപ്പം ഏതൊരാള് അള്ളാഹുവിന്റെ ലിമിറ്റുകൾ അത് മുറിച്ച് കടക്കുന്നുവോ, അള്ളാഹുവിന്റെ കൽപ്പനകള് മുറിച്ച് കടക്കുന്നുവോ അല്ലെ, അത് അവരെന്ത് ചെയ്യും? അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതിന് പകരം, അള്ളാഹുവിന്റെ കൽപ്പനകൾ ബഹുമാനിക്കുന്നതിന് പകരം അവര് ബഹുമാനക്കേടിലേക്ക് പോവും, അനുസരണക്കേടിലേക്ക് പോവും, എതിർപ്പിലേക്ക് പോവും, വിമർശനത്തിലേക്ക് പോവും. ഇങ്ങനെയുള്ള ആള് നിശ്ചയമായും മനുഷ്യന്മാരുടെ അവകാശങ്ങളെയും ലംഘിക്കും.
അള്ളാഹുവിന്റെ അവകാശം കൊടുക്കാത്തവര് മനുഷ്യന്മാരുടെ അവകാശം ഉറപ്പായിട്ടും ലംഘിക്കും. അള്ളാഹുവിന്റെ അവകാശം കൊടുക്കുന്നവര് നാച്ചുറലി അല്ലെ, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മനുഷ്യന്മാരുടെ അവകാശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആയത്തിൽ പ്രത്യേകം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഈ ആയത്തിൽ നമുക്ക് ഉണ്ട് ഇൻഷാ അള്ളാഹ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാസിഖ്യങ്ങളെ കുറിച്ച് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. അപ്പൊ ഓരോന്നായിട്ട് എടുക്കും. ആദ്യം അള്ളാഹു പറയുന്നത് അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അവര് എന്താണ്, അള്ളാഹുവായിട്ടുള്ള ഉടമ്പടി ആദ്യം അതിനെ ഉറപ്പിച്ചതിന് ശേഷം മുറിക്കുന്നവരാണ്. രണ്ടാമത് വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അള്ളാഹു ഏതൊന്നിനെ യോജിപ്പിക്കാൻ പറഞ്ഞോ അത് മുറിച്ചു കളയുന്നവരാണ്. വയുഫ്സിദൂന ഫിൽ അർദ്. മൂന്നാമത് അവര് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. ഇത്രയുമാണ് എന്ത് ഫാസിഖ്യങ്ങളുടെ ലക്ഷണം. നമ്മൾ പറഞ്ഞു അല്ലെ, അള്ളാഹുവിന്റെ അവകാശം ലംഘിക്കുന്നവര് ഉറപ്പായിട്ടും മനുഷ്യന്മാരുടെ അവകാശം ലംഘിക്കും. മനുഷ്യന്മാരുടെ അവകാശം ലംഘിക്കുമ്പോൾ അവരുടെ ചുറ്റുമുള്ള എല്ലാത്തിന്റെയും എല്ലാ സൃഷ്ടിപ്പുകളുടെയും അല്ലെ ഭൂമിയുടെയും അവകാശം അവര് ലംഘിക്കും. അത് നാച്ചുറലാണ്. അപ്പൊ അള്ളാഹു ആ ഒരു ഓർഡറിൽ പറഞ്ഞു വരും. ആദ്യം അവർ അള്ളാഹു ആയിട്ടുള്ള ഉടമ്പടി തെറ്റിക്കും, പിന്നെ മനുഷ്യന്മാരുടെ ഉടമ്പടി തെറ്റിക്കും, പിന്നെ അവരെ ചുറ്റുപാടുമുള്ള എല്ലാത്തിലും അത് റിഫ്ലക്ട് ചെയ്യും. അള്ളാഹു നമ്മളെ അത്തരത്തിലുള്ള ആളുകളിൽ പെടുന്നതിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ആദ്യത്തെ കാര്യം അല്ലദീന യൻഖുദൂന. യൻഖുദൂന എന്ന് പറയുന്ന വാക്ക് നൂൻ ഖാഫ് ദാദ്. ഓക്കെ, നഖദ്. നഖദ് എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു കാര്യം നല്ല ഉറപ്പിച്ച് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ നശിപ്പിച്ചു കളയാം. ശരിക്കും നല്ല രീതിയിൽ അതിനെ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയതിന് ശേഷം അതിനെ പൊട്ടിച്ചു കളയുക, നശിപ്പിച്ചു കളയുക എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ വേണ്ടിയിട്ട് ഈ നിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ അല്ലെ, നിറ്റ് ചെയ്യുന്ന നൂല് കൊണ്ട് നമ്മൾ സോക്സും സ്വെറ്ററും ഒക്കെ ഉണ്ടാക്കുമല്ലോ. അത് നല്ല കഷ്ടപ്പെട്ട് ഫുൾ ത്രെഡ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അതിന്റെ നൂലുകളൊക്കെ വലിച്ചു പൊട്ടിച്ചു കളയാം. അതിനെയാണ് നഖദ് എന്ന് പറയുന്നത്. നല്ല വൃത്തിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല വൃത്തിയാക്കി അതിനെ ടൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ പൊട്ടിച്ചു കളയുന്നതിനാണ് നഖദ്, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നതിന്, അതിനെ ഇല്ലാതാക്കി കളയുന്നതിനാണ് നഖദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നഖദ് എന്ന് പറയുന്നത് ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു കരാറ് കൊടുത്തതിന് ശേഷം, ആ കരാർ അല്ലെങ്കിൽ ഒരു പ്രോമിസ് കൊടുത്തതിന് ശേഷം അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് നഖദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഓക്കെ, എന്തെങ്കിലും ഒരു കരാറ് നമ്മൾ എഴുതിയൊക്കെ ഉണ്ടാക്കി എല്ലാം ഉറപ്പിച്ചതിന് ശേഷം അത് തെറ്റിക്കുക, ലംഘിക്കുക, ഓക്കെ, അതിന് നഖദ് എന്ന് പറയാം. ഇവിടെ ഇവരെന്താണ് ബ്രേക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫാസിഖ്യങ്ങള് അഹ്ദല്ലാഹി, അള്ളാഹുവിന്റെ ഉടമ്പടി. അഹ്ദ് റൂട്ട് ഐൻ ഹ ദാൽ. അഹ്ദ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കരാറ്, ഉടമ്പടി, ഒരു കമ്മിറ്റ്മെന്റ്, വാഗ്ദാനം, പ്രതിജ്ഞ, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് അഹദിന്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ഒരു കരാറ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് എന്ത് അഹദ് എന്ന് പറയുന്നത്. അപ്പം ഇവർ ആരുടെ കരാറാണ് ലംഘിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അഹ്ദല്ലാഹി. എപ്പോഴാണ് ലംഘിക്കുന്നത്? മിൻ ബഅദി, ശേഷം, മീസാഖിഹി, അതിനെ കെട്ടി ഉറപ്പിച്ചതിന് ശേഷം. സുബ്ഹാനല്ലാഹ്. മീസാഖ് എന്ന് പറയുന്നത് വാവ് സ ഖാഫ് റൂട്ട് വസഖ. വസഖ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നല്ലപോലെ കെട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു വസാഖ് എന്നുള്ള വാക്കിന്, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മുറുക്കി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കയറിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ചങ്ങല, അങ്ങനെയുള്ള സാധനങ്ങൾക്കാണ് വസാഖ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്നിനെ നല്ല വൃത്തിക്ക് ടൈറ്റ് ആക്കി കെട്ടാൻ ഉപയോഗിക്കുന്ന കയറിനെ അല്ലെങ്കിൽ ചങ്ങലയാണ് വസാഖ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു പെട്ടി അല്ലെ, നമ്മൾ ഗൾഫിലേക്കൊക്കെ പോകാനുള്ള പെട്ടി, കാർബോണിന്റെ പെട്ടി ചെയ്തിട്ട് അതിനെ നല്ല മുറുക്കി ഒരു കയറുകൊണ്ട് കെട്ടാന്ന് വെച്ചാൽ അതാണ് വസാഖ്. ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് മീസാഖ്. മീസാഖ് എന്ന് പറഞ്ഞാൽ ഒരു എഗ്രിമെന്റ്, ഒരു ഉടമ്പടി, അതും ഒരു സാധാരണ രീതിയിലുള്ളതല്ല, നല്ല ഉറപ്പുള്ള ഒരു എഗ്രിമെന്റിന്, ഒരു ഉറപ്പുള്ള പ്രോമിസിന്, ഒരു ഉടമ്പടിക്കാണ് മീസാഖ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയാ, ഓക്കെ, ഇത് ഞാൻ ചെയ്യാട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഇത് ചെയ്തു തരും. അല്ലെങ്കിൽ വേറൊരാളോട് പറയാം, ആ കാര്യമില്ല, ഞാൻ ഏറ്റെടുത്തു, അതെന്റെ കമ്മിറ്റ്മെന്റ് ആണ്, ഞാൻ ചെയ്തോളാം എന്ന് പറയാം. ഓക്കെ, അതൊരു പ്രോമിസ് ആണ് അല്ലെ, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന പ്രോമിസ് ആണ്. പക്ഷേ ഇതേപോലെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു സൈൻ ചെയ്യുക, കോൺട്രാക്ട് ആയിട്ട് ഒരു ലീഗൽ ഡോക്യുമെന്റിനകത്ത് എഴുതി സൈൻ ചെയ്യണം. ഓക്കെ, ഞാൻ ഇന്ന കാര്യം നിങ്ങൾക്ക് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു തരാം, അപ്പൊ നിങ്ങൾ എനിക്ക് ഇത്ര പൈസ തരണം. ഓക്കെ, അതൊരു റിട്ടേൺ എഗ്രിമെന്റ് ആണ് അല്ലെ, അതൊരു
കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നമ്മൾ ആരുമായിട്ടാണോ കരാർ ഉണ്ടാക്കുന്നത് അവരും നമ്മളും എന്താണ് തമ്മിൽ ഉറപ്പിച്ച് എഴുതി ഉണ്ടാക്കുന്ന ലീഗൽ എഗ്രിമെന്റ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ ഉണ്ടാവുന്ന പ്രശ്നം കുറച്ചും കൂടെ ഗുരുതരമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് എന്താണ് ഉറപ്പിച്ച മീസാക്കാണ്. അതായത് വെറുതെ പറഞ്ഞത് കൊണ്ടല്ല, അതിന്റെ മുകളിൽ അതിനൊരു കെട്ടും കൂടെ വെച്ചിട്ട് നല്ല ഉറപ്പിച്ചിട്ടുള്ള എഗ്രിമെന്റ് ആണ് എന്ത് ഇപ്പൊ തരത്തിലുള്ള എഗ്രിമെന്റ്. ഓക്കെ, അതിനാണ് മീസാക്ക് എന്ന് പറയുന്നത്, വെറുതെ പറയുന്നതിനല്ല. പിന്നെ വേറെ, അതായത് നമ്മൾ ഒരാളോട് പറയാണ് ഞാൻ നാളെ നിങ്ങളെ പരിപാടിക്ക് ഞാൻ വരാട്ടോ എന്ന് ഞാൻ ജസ്റ്റ് പറയാം. പക്ഷെ ആ പറയുന്നതിന്റെ പുറമെ വല്ലാഹി ഞാൻ എന്തായാലും വരും, അള്ളാഹുവിന്റെ പേര് കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ പേര് വെച്ചിട്ട് ശപഥം ചെയ്യാണ്. അത് ആ പ്രോമിസിനെ എന്താക്കി, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, എഗ്രിമെന്റ് എഴുതി ഒപ്പിടുന്നത് പോലെ ഒന്നും കൂടെ ഉറപ്പിച്ചു. അപ്പൊ അത് മീസാക്കായി. അള്ളാഹുവിന്റെ പേര് വെച്ചിട്ട് ഒരാള് ഒരു കാര്യം ശപഥം ചെയ്തു കഴിഞ്ഞാൽ അതൊരു സാധാരണ എഗ്രിമെന്റ് അല്ല, സാധാരണ ഒരു ഉടമ്പടിയല്ല, അത് മീസാക്കായി, കെട്ടി ഉറപ്പിച്ചതായി. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഒരു സാധാരണ എഗ്രിമെന്റിനല്ല മീസാക്ക് എന്ന് പറയുന്നത്. അത് എന്താണ്, നമ്മൾ ഇപ്പം നോർമൽ സംസാര ഭാഷയിലാണെങ്കിൽ നമ്മൾ ഒരാളോട് ചെയ്യാം എന്ന് പറയുന്നത് ഒരു ഉടമ്പടി. എന്നാൽ അതൊരു ലീഗൽ എഗ്രിമെന്റ് ആക്കുമ്പോൾ അത് മീസാക്കായി. അതേപോലെ നമ്മൾ ഒരാളോട് ഞാൻ വന്നോളാം എന്ന് പറയണം, അത് ഒരു പ്രോമിസ്. പക്ഷെ വല്ലാഹി എന്ന് പറയുമ്പോൾ അത് മീസാക്കായി, അള്ളാഹുവിന്റെ പേരിൽ കെട്ടി ഉറപ്പിച്ചതായി, ഒന്നും കൂടെ ദൃഢപ്പെടുത്തിയതായി. അപ്പം ഇവിടെ മിൻ ബഅദി മീസാഖിഹി എന്ന് പറയുമ്പം അവര് എന്താണ് നല്ലപോലെ കെട്ടി ഉറപ്പിച്ച്, അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി നല്ലപോലെ കെട്ടി ഉറപ്പിച്ചതിന് ശേഷം അവര് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം, അവരത് നിശ്ചയമായും ചെയ്യ തന്നെ വേണല്ലേ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ അവരെന്താക്കി, യൻഖുദൂന അഹ്ദല്ലാഹി, ലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കരാറ് അവര് ലംഘിച്ചു, അവരവരുടെ പ്രോമിസ് ലംഘിച്ചു, അവരത് അനുസരിച്ചില്ല. ഇവിടുത്തെ ചോദ്യം ഏത് പ്രോമിസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഏത് കരാറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? അള്ളാഹു ഏത് കരാറിനെ കുറിച്ച്, അതായത് അവര് ഫാസിഖ്യങ്ങൾ അവര് ലംഘിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, ഏത് കരാറിനെ കുറിച്ചാണ്? ഇത് രണ്ട് രീതിയിൽ മനസ്സിലാക്കണം നമ്മൾ. ഓക്കെ, നമ്മൾ ഏത് ക്ലാസ്സിലും ഇതുപോലെ എന്ത് കാര്യം വിശദീകരിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ചിലപ്പോൾ ഒന്നും രണ്ടും രീതിയിൽ മനസ്സിലാക്കണം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ പറഞ്ഞത് വെച്ച് ആരും നിർത്തരുത്, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നമ്മൾ നിസ്കാരങ്ങളിൽ ഈ ആയത്തുകൾ ഓതുമ്പോൾ, പ്രത്യേകിച്ച് ഹിഫ്ലുള്ളവര് ഈ കാര്യങ്ങൾ മനസ്സിലോട്ട് വരിക. അപ്പൊ നമുക്ക് കൂടുതൽ ചിന്തകൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നത് പോലെയുള്ള ഫീലിംഗ് എന്തായാലും വരും. അതിൽ കൂടുതൽ നമ്മളുടെ പേഴ്സണലൈസ് എക്സ്പീരിയൻസ് ഉള്ള ചിന്തകൾ, തദബ്ബുർ എന്തായാലും വരും. അതൊക്കെയാണ് നമ്മളെ എന്താണ് ഖുർആനിൽ നിന്നുള്ള ആഴത്തിലുള്ള മുത്തുകളും പവിഴങ്ങളും ഒക്കെ പെറുക്കാൻ സഹായിക്കുന്നത്. അത് കൂടുതൽ ആഴത്തിൽ നമുക്ക് പെറുക്കണമെങ്കിൽ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ആ കൽപ്പനകൾ, ആ കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പൊ അള്ളാഹു കൂടുതൽ എളുപ്പം തരും ആ കാര്യത്തിൽ. ഇതിങ്ങനെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്, മരണം വരെയും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കേണ്ട. അല്ലാതെ നമ്മൾ ദീനിൽ ഒക്കെ കുറച്ചു കാലം കൊണ്ട് പഠിച്ചിട്ട് ഞാനൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ബാക്കിയുള്ളവരെ പഠിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു സിസ്റ്റമേ ഇല്ല. എല്ലാം നമ്മൾ ഓരോ ദിവസം തോറും കൂടുതൽ സ്ട്രോങ് ആക്കുക. അത് ഇൽമ കൊണ്ട് സ്ട്രോങ് ആക്കുക, ദുആ കൊണ്ട് സ്ട്രോങ് ആക്കുക, പ്രവർത്തനം കൊണ്ട് സ്ട്രോങ് ആക്കുക, ചിന്ത കൊണ്ട് സ്ട്രോങ് ആക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഈ അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അള്ളാഹുമായിട്ട് ആ ഒരു ഉറപ്പിച്ച ഉടമ്പടി എന്താണെന്ന് ചോദിക്കുമ്പം അതിന് രണ്ട് രീതിയിൽ മനസ്സിലാക്കാന്നാ പറയുന്നത്. ഒന്ന്, അള്ളാഹുവിന് കൊടുത്ത ഒരു ഉടമ്പടി എന്താണ്, പ്രവാചകനിലും വിശ്വസിച്ചോളാം, പ്രവാചകനെയും ഫോളോ ചെയ്തോളാം, പ്രവാചകൻ വരുമ്പോ അവന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു ഉടമ്പടി. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു തആല ഏതെങ്കിലും ഒരു ജനതയിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ ജനതയുടെ എന്താണ് നിർബന്ധ ബാധ്യതകളിൽ പെട്ടതാണ് എന്ത്, ആ പ്രവാചകനെ ഫോളോ ചെയ്യുക എന്നുള്ളത് അല്ലെ. അവര് വിശ്വസിക്കുക എന്നുള്ളത്, സ്വീകരിക്കുക എന്നുള്ളത്, എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ആ ഒരു ജനതയുടെ നിർബന്ധിത ബാധ്യതകളിൽ പെട്ടതാണ്. അള്ളാഹു നമ്മളുടെ മുമ്പുള്ള എല്ലാ ജനതകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കരാറാണ്. നമുക്ക്
അത് തന്നിട്ടില്ല. കാരണം നമ്മൾക്ക് അവസാനത്തെ പ്രവാചകനാണ് അല്ലെ. പ്രവാചകൻ നമുക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനു മുമ്പ് വന്ന എല്ലാ ജനതയിൽ നിന്ന് അള്ളാഹു എടുത്തിട്ടുള്ള ഒരു കരാറാണ് എന്ത്? നിങ്ങൾക്ക് ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ അവനെ നിങ്ങൾ സ്വീകരിക്കണം, അവനിൽ നിങ്ങൾ വിശ്വസിക്കണം, അവനെ ഫോളോ ചെയ്യണം, അവന് വേണ്ട എല്ലാ സഹായങ്ങളും സപ്പോർട്ടും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത് അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും അള്ളാഹു വിവരിച്ചിട്ടുമുണ്ട്. തൗറാത്തിലും ഇൻജീലിലും സബൂറിലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കരാറ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുമുണ്ട്. അപ്പം സൂറത്ത് മായിദയിൽ 12-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വലഖദ് അഖദല്ലാഹു മീസാഖ ബനി ഇസ്രായീൽ. അള്ളാഹു ഇസ്രായേൽ മക്കളോട് കരാർ വാങ്ങിയിരുന്നു. ഓക്കെ, ഇത് വലിയ ആയത്താണ്. അതിന്റെ 2 കഷ്ണങ്ങൾ മാത്രമേ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുള്ളൂ. അപ്പം അള്ളാഹു നിശ്ചയമായും ഇസ്രായേൽ സന്തതികളോട് കരാർ വാങ്ങിയിരുന്നു. ആരാണ് ഇസ്രായേൽ സന്തതികൾ? ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം അല്ലെ ഇസ്രായേൽ സന്തതികൾ എന്താണെന്ന്. പക്ഷെ നമ്മളുടെ തഫ്സീറിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ആയത്തുകളിൽ നമ്മൾ പഠിക്കും. പക്ഷെ ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരാണ്? യഹൂദികൾ, ജൂതന്മാരെയാണ് ഇസ്രായേൽ സന്തതികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന വിശ്വാസികൾ, ആ സമയത്തെ വിശ്വാസികൾ എന്ന് പറയുന്നവർ ആരായിരുന്നു? യഹൂദികൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലേ. യഹൂദു വൻ നസ്വാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും. എന്തുകൊണ്ടാണ്? അവര് വിശ്വസിച്ചിരുന്നു ഏതോ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന്. അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് എടുത്ത ഈ ഒരു ഉടമ്പടിയെ കുറിച്ച് ഈ ഒരു ആയത്തില്, സൂറത്ത് മായിദയിലുള്ള ഈ ആയത്തിൽ വിശദീകരിക്കുമ്പോൾ അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, വആമൻതും ബിറുസുലി, എന്റെ ദൂതന്മാരിൽ നിങ്ങൾ വിശ്വസിക്കുകയും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് എടുത്ത ഉടമ്പടിയുടെ കരാറിന്റെ ഒരു പാർട്ടാണ് എന്ത്? അള്ളാഹുവിന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക. അതിനുശേഷം അള്ളാഹു എന്തായാലും ദൂതന്മാരെ അയക്കും, പ്രവാചകനെ അയക്കും, അതിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറഞ്ഞ് അവർ സ്വീകരിച്ച ഒരു ഉടമ്പടിയായിരുന്നു. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പം അവരത് സ്വീകരിക്കണമായിരുന്നു, വിശ്വസിക്കണമായിരുന്നു അല്ലെ, അവരുടെ കരാറ് പ്രകാരം. പക്ഷെ അവര് ചെയ്തോ? ഇല്ല. അവര് സ്വീകരിച്ചോ? ഇല്ല. സഹായിച്ചോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, സീറ പഠിച്ചവർക്ക് അറിയാലേ എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്ന്. അപ്പം അവര് അവിശ്വസിച്ചു. അത് വേറൊരു വാക്കിൽ പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ടുള്ള കരാർ അവര് ബ്രേക്ക് ചെയ്തു. അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അള്ളാഹുമായിട്ടുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അവർ ബ്രേക്ക് ചെയ്തു. കാരണം അവർ ബാക്കി എല്ലാ കാര്യങ്ങളും അവർ സ്വീകരിച്ചു അല്ലേ. പക്ഷെ ഈ ഉറപ്പിച്ചതിന് ശേഷം പ്രവാചകൻ വന്നപ്പോൾ അവരതങ്ങ് ബ്രേക്ക് ചെയ്ത് കളഞ്ഞു. ഇനി രണ്ടാമത്തെ രീതിയിൽ ഇതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിയിൽ നിന്ന് മൊത്തം എടുത്ത ഒരു ഉടമ്പടിയുണ്ട്, ഒരു കരാറുണ്ട്. എപ്പോ? അവര് ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ. സുബ്ഹാനല്ലാഹ്, സൂറത്ത് അറാഫില് 172-ാമത്തെ ആയത്തിലെ അഹ്ദ് ഓഫ് അലസ്ത് എന്ന് പറയും. അലസ്ത് അഹ്ദ്. ഓക്കെ, അതെന്താണ് അഹ്ദ്? നമുക്ക് 172-ാമത്തെ ആയത്ത് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അല്ലെ. മിൻ ബനി ആദമ. ഇത് മിൻ ബനി ആദമാണ് കേട്ടോ, മറ്റേത് ബനി ഇസ്രായേൽ മാത്രമാണ്. ഇത് എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള അഹ്ദാണ്. എന്താണ്? മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ അഹ്ദ് അലസ്ത് എന്ന് പറയുന്നത്. അലസ്തു ബിറബ്ബിക്കും ഖാലു ബല ഷഹിദ്നാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിന്റെ നാഥൻ ആദം സന്തതികളുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താന പരമ്പരകളെ പുറത്തെടുക്കുകയും അവരുടെ മേൽ അവരെ തന്നെ സാക്ഷികളാക്കുകയും ചെയ്ത സന്ദർഭം. അവൻ ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ നാഥനല്ലയോ? അവർ പറഞ്ഞു, ബല ഷഹിദിന, അതേ, ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് അശ്രദ്ധരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കാനാണ്. അപ്പം ഈ അള്ളാഹു സുബ്ഹാനഹു വതആല കരാറ് എടുത്തത് ബനി ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല. ബനി ഇസ്രായേലിന്റെ കാര്യത്തില് പ്രവാചകനെ സ്വീകരിക്കുന്ന കാര്യം അവരെ ലംഘിച്ചു. പക്ഷെ ആദം അലൈഹി ഇസ്ലാമിന്റെ എല്ലാ സന്തതികളിൽ നിന്നും അള്ളാഹു ആദ്യം റൂഹിന്റെ ഫോമിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദം അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് ലോകാവസാനം വരെയുള്ള എല്ലാവരുടെയും റൂഹുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച് ആദം അലൈഹി ഇസ്ലാമിന്റെ മുമ്പിൽ നിരനിരയായിട്ട് നിർത്തിയിട്ട് അള്ളാഹു അവരുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? നമ്മളോട് ഓരോരുത്തരോടും
നമ്മളെല്ലാരും പറഞ്ഞു ബല ഷഹിദിന, അതേ റബ്ബെ നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഇതിനാണ് അൽ ഫിത്ര എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്നത് ഫിത്രയിലാണ്. എന്താണ് ഫിത്ര? അള്ളാഹു റബ്ബാണ്, തൗഹീദ് ഉറപ്പിച്ചുകൊണ്ടാണ് എല്ലാ മനുഷ്യന്മാരും, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ലോകാവസാനം വരെയുള്ള എല്ലാവരും ഈ ഒരു അവസ്ഥയിലാണ് ജനിക്കുന്നത്. അപ്പൊ എല്ലാവരും അള്ളാഹുവിനൊരു ഉടമ്പടി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് വെറുതെ അല്ല, അത് ബലാ ഷഹിദന, ഉറപ്പായിട്ടും ഞങ്ങൾ എന്താക്കുന്നുണ്ട്? സാക്ഷ്യം വഹിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന് ആ ഒരു കരാറ് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാള് ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിനെ ബാധിത്ത് ചെയ്യാതിരിക്കുക, അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ നിഷേധിക്കുക, അപ്പം അവൻ എന്താ ചെയ്യുന്നത്? കരാറ് പാലിക്കുകയാണോ? അല്ല, അവൻ എന്താണ്? അത് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി, അള്ളാഹുവിന്റെ കരാർ അവര് ലംഘിച്ചു. അത് അള്ളാഹുവിന്റെ കരാറ് ലംഘിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൽ അവിശ്വസിക്കുക, പ്രവാചകനിൽ അവിശ്വസിക്കുക. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കി. അപ്പം അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ? മിൻ ബഅദി മീസാഖിഹി. പിന്നെ അടുത്ത സ്വഭാവം എന്ന് പറയുന്നത് വയഖ്തഊന. യഖ്തഊന ഖാഫ് ത ഐൻ. ഖതഅ. ഖതഅ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിന് കട്ട് ചെയ്യുക, മുറിച്ച് കളയാം. ഓക്കെ, എന്താണ് അവർ കട്ട് ചെയ്യുന്നത്? മാ, യാതൊന്ന്, അമറല്ലാഹു, അത് അള്ളാഹു കൽപ്പിച്ചത്. അള്ളാഹു കൽപ്പിച്ച എന്തിനെയോ അവർ കട്ട് ചെയ്യുന്നുണ്ട്. അമറ എന്നുള്ള വാക്ക് ഹംസ അല്ലെങ്കിൽ അലിഫ് മീം റാ. നമ്മള് അമറ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? മുമ്പ് ഫിഅല് അംറ് നമ്മൾ പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന ബുദു ലാ തജഅലു എന്നൊക്കെ പറയുന്നത് എന്താണ്? കൽപ്പനയാണ്. ഫിഅല് അംറ് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അംറ് എന്നുള്ള വാക്ക് കൽപ്പനയാണ് അല്ലെ? അപ്പം അവര് എന്തിനെയോ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അല്ലെ? എന്തിനെയാണ്? യൂസല, അള്ളാഹു ജോയിൻ ചെയ്യാൻ പറഞ്ഞ എന്തിനെയോ അവര് കട്ട് ചെയ്യുന്നുണ്ട്. യൂസല എന്ന് പറയുന്ന വാക്ക് വാവ് സ്വാദ് ലാമ, വസ്വല. വസ്വല എന്ന് പറഞ്ഞാല് എന്തോ ഒന്നിനെ യോജിപ്പിക്കുക എന്നുള്ളതാണ്. എന്തോ ഒന്നിനെ മറ്റൊന്നിനോട് കണക്ട് ചെയ്യുക, യോജിപ്പിക്കുക, അങ്ങനെ ഒന്നാക്കുക എന്നുള്ളത്. രണ്ടെണ്ണം രണ്ടായിരുന്നു, പക്ഷെ അതിനെ യോജിപ്പിച്ച് വെക്കുക എന്നുള്ളതിനാണ് വസ്വല എന്ന് പറയുന്നത്. അങ്ങനെ യോജിപ്പിച്ച് അത് ഒന്നായി മാറാം. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ അതിൽ ഒരു സ്റ്റിക്കറും ഉണ്ട്, ഒരു പേപ്പറും ഉണ്ട്. അത് രണ്ടും സെപ്പറേറ്റ് ആണ് അല്ലെ? പക്ഷെ അതിനെ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരൊറ്റ പീസായി. ഓക്കെ, അപ്പൊ രണ്ടിനെയും കൂടെ ഒന്നിപ്പിച്ചു. അല്ലെങ്കിൽ ഒരു കയറും ഒരു പെട്ടിയും ഉണ്ട് നോക്കാം. അപ്പൊ പെട്ടിനെ നമ്മൾ കയറുകൊണ്ട് കെട്ടുക. ഇപ്പൊ അത് എന്തായി? ഒന്നായി. കയറിന് ചുറ്റും ആ പെട്ടിക്ക് ചുറ്റും ആ കയറുകൊണ്ട് കെട്ടും. അപ്പൊ ഇത് ഇങ്ങനെ ഒന്നിപ്പിക്കുക, രണ്ടായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെ ഒന്നിപ്പിക്കുന്നതിനാണ് വസ്വല എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല യോജിപ്പിക്കണം അല്ലെങ്കിൽ ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞ എന്തിനെയോ അവര് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്താണ് അള്ളാഹു നമ്മളുടെ അടുത്ത് ഒന്നിപ്പിക്കാൻ പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത് അല്ലെങ്കിൽ യോജിപ്പിച്ച് വെക്കണം എന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് രക്തബന്ധങ്ങൾ. സുബ്ഹാനല്ലാഹ്, രക്തബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് അല്ലെ, നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമുക്കത് കട്ട് ചെയ്ത് കളയാൻ യാതൊരു മാർഗവും ഇല്ല. അള്ളാഹു പറഞ്ഞ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അതേപടി അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ആരായി? ഫാസിഖായി അല്ലെ? അള്ളാഹു അതുവഴി നമ്മളെ, ഫാസിക്കുകളെ അള്ളാഹു എന്താകും? യുദില്ലു ബിഹി കസീറ, അതുകൊണ്ട് വഴിതെറ്റിച്ച് കളയും. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഫാസിഖായി. അപ്പൊ അള്ളാഹു നമ്മളെ വഴി തെറ്റിച്ച് കളയും. എങ്ങനെയാണ് രക്തബന്ധങ്ങൾ കട്ട് ചെയ്ത് കളയുന്നത്? നമുക്ക് നമ്മളെ ചുറ്റും ഒരുപാട് കാണുന്ന ഉദാഹരണമാണ് അല്ലെ? ആങ്ങളെ പെങ്ങളോട് പറയാ, എനിക്ക് എന്നെ കാണണ്ട, എനിക്ക് എന്നെ അറിയാനല്ലേ, നീ എന്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് നീ പോ. പിന്നെ ആ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഒരിക്കലും കാണൂല. അവൾ എന്തോ ഒന്ന് പറഞ്ഞതോ ചെയ്തതോ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെ? പിന്നെ അവര് തമ്മിൽ കാണാതായി, സംസാരിക്കാതായി, ഒരാളുള്ള സദസ്സിൽ വേറൊരാൾ വരാതായി. അങ്ങനെ അവർ കല്യാണം കഴിച്ച് അവരെ മക്കളുണ്ടാവും, മക്കളോട് പറയൂല ഇങ്ങനൊരു എന്താണ്, ഉമ്മക്ക് ഇങ്ങനെ ഒരു ബ്രദർ ഉണ്ട്, അല്ലെങ്കിൽ ഉപ്പക്ക് ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ട് എന്നുള്ളത് പറയാണ്ടാവും, മക്കൾക്ക് അറിയാണ്ടാവും. അവിടെ എന്താ സംഭവിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല യോജിപ്പിക്കാൻ പറഞ്ഞതിനെ കട്ട് ചെയ്യുക. മക്കൾക്ക് അറിയ പോലുമില്ല ഇങ്ങനെ ഒരു അളാമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുത്താപ്പ ഉണ്ട് നമുക്ക് എന്നുള്ളത് അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫാസിഖീൻ എന്ന് പറയുന്നത് ആരാണ്? അവര് രക്തബന്ധങ്ങളെ കട്ട് ചെയ്ത് കളയുന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ബന്ധങ്ങളെ കട്ട് ചെയ്ത് കളയുന്നവരാണ്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും രക്തബന്ധങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞല്ലേ, അപ്പം വിവാഹ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. നിശ്ചയമായും നമ്മളുടെ മക്കൾക്ക് അവരുടെ വാപ്പയുടെ സൈഡും ഉമ്മയുടെ സൈഡും ഉള്ള ആൾക്കാരൊക്കെ എന്താണ്? രക്തബന്ധങ്ങളാണ്.
അപ്പൊ നമ്മളെ മക്കളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അവരെ വാപ്പാന്റെ സൈഡിലോ ഉമ്മാന്റെ സൈഡിലോ ഉള്ള സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ആന്റിമാരോ അങ്കിൾമാരോ ആരെങ്കിലും ആയിക്കോട്ടെ, അവരുമായിട്ട് കണക്ഷൻ കട്ട് ചെയ്യാൻ നമ്മൾ ഒരു കാരണമാവുന്നുണ്ടെങ്കിൽ, അത് മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടോ അവരെ മോശമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അവരെ മാറ്റി നിർത്തിയിട്ടോ ഏതെങ്കിലും രീതിയിൽ അവരുടെ മക്കളിൽ നിന്ന് അവരുടെ വാപ്പന്റെയോ ഉമ്മന്റെയോ സൈഡിനെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ വായിൽ നിന്ന് വരുന്ന വാക്കുകളോ പ്രവൃത്തികളോ അതിന് കാരണമാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി? രക്തബന്ധം കട്ട് ചെയ്തവരായി. നമ്മളിൽ നിന്ന് നമ്മള് നോർമൽ സംസാരത്തിൽ വരുന്ന ഒരു വാക്ക് പോലും, നമ്മളെ നാത്തൂനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും, പക്ഷെ ആ നാത്തൂൻ നമ്മളെ മോൾക്ക് ഉപ്പാന്റെ പെങ്ങളാണ്, രക്തബന്ധമാണ് അല്ലെ. അപ്പൊ അതിന് നമ്മളൊരു കാരണമാകുന്നുണ്ടെങ്കിൽ നമ്മൾ രക്തബന്ധം കട്ട് ചെയ്ത ആൾക്കാരായി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിക്കാൻ പറഞ്ഞതിനെ കട്ട് ചെയ്തവർ. അപ്പം ഈ ഒരു അർത്ഥത്തില് ഈ കാര്യത്തിന് മനസ്സിലാക്കുക. എന്ത്? ഇനി ഇതിന്റെ വേറൊരു രീതിയിൽ എന്താണ് അള്ളാഹു ജോയിൻ ചെയ്യാൻ പറഞ്ഞത് എന്ന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെങ്കിലും ഒരു കമാൻഡ്, ഒരു ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിസ്കരിക്കാനാവാം, ആളുകളോട് നന്മ ചെയ്യാനുള്ളതാവാം, ഏത് രീതിയിലും അള്ളാഹു നമുക്കൊരു കമാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കളയാനുള്ളതല്ല, അത് നമുക്ക് ഫോളോ ചെയ്യാനുള്ളതാണ് അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കമാൻഡ്, അള്ളാഹുവിന്റെ ഒരു കൽപ്പന നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ട് അള്ളാഹു പറഞ്ഞതിനെ യോജിപ്പിക്കലാണ്, അള്ളാഹു പറഞ്ഞതിനെ ചേർത്ത് നിർത്തലാണ്, വാക്കർത്ഥത്തിലല്ല. ഈ ഒരു സംഭവം, അതായത് എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ ഒരു അർത്ഥമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനയെ നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുക. അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കുക, ആളുകളോട് നല്ലത് ചെയ്യാൻ പറഞ്ഞാൽ നല്ലത് ചെയ്യുക. അതിനെ കട്ട് ചെയ്ത് കളയലും ഇവിടെ ആലങ്കാരികമായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കൽപ്പനകളും എല്ലാ കൽപ്പനകളും അനുസരിക്കാതിരിക്കല് ഫാസിഖിന്റെ ലക്ഷണമായി മാറും. നമ്മൾ അത് അനുസരിച്ചേ മതിയാവും. അത് നമ്മൾ മെല്ലെ മെല്ലെ അനുസരിക്കാതിരിക്കുന്നതോറും അള്ളാഹു നേരത്തെ പറഞ്ഞ യുദില്ലു ബിഹി കസീറയിൽ നമ്മൾ പെട്ടുപോകും. കാരണം നമ്മൾ ഫാസിഖായിട്ട് മാറുകയാണ്. അള്ളാഹു പറഞ്ഞതിനെ അനുസരിക്കൽ എന്തിൽ പെട്ടതാണ്? അള്ളാഹു യോജിപ്പിക്കാൻ പറഞ്ഞതിൽ പെട്ടതാണ്. അല്ലാത്തവര് അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്നവരാണ്. അപ്പൊ വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത് വയുഫ്സിദൂന ഫിൽ അർദ്. അവര് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. മിസ്ചീഫ് അല്ലെ, അപകടങ്ങള് അല്ലെങ്കിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ഭൂമിയിൽ അവർ സ്പ്രെഡ് ചെയ്യുന്നല്ലേ കുഴപ്പങ്ങള്. അള്ളാഹ്ക്ക് ഫസാദ് ഇഷ്ടമല്ല എന്ന് നമ്മൾ വിശദമായിട്ട് മുനാഫിക്കുകളുടെ കാര്യങ്ങളിൽ പറഞ്ഞിരുന്നു അല്ലെ. മുനാഫിക്കിന്റെ ആയത്തുകൾ പഠിച്ചപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത്. അപ്പം ആരെങ്കിലും ഒരാൾ ഫസാദ് ചെയ്താൽ അയാൾ ആരായി? ഫിസ്ഖ് ചെയ്യുന്നവനായി, ഫാസിഖായി. ഫാസിഖിനെ അള്ളാഹു വഴി തെറ്റിച്ച് കളയും. അള്ളാഹു വരച്ച വരയിൽ നിന്ന് അള്ളാഹുവിന്റെ അതിരുകൾ ലംഘിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടും. അപ്പം എന്താണ് ഫാസിഖ്? നമ്മൾ ഒരുപാട് വിശദമായിട്ടൊന്നും എന്താണ് ഫസാദ്? നമ്മൾ ഒരുപാട് വിശദമായിട്ടൊന്നും ഫസാദ് ഇപ്പൊ പറയില്ല. കാരണം നമ്മൾ അത്ര വിശദമായിട്ട് സുബ്ഹാനല്ലാഹ് മുനാഫിക്കുകളുടെ ആയത്തിനും അത് വിശദീകരിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ചുരുക്കത്തിൽ നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഫസാദ് എന്ന് പറയുമ്പം രണ്ട് തരത്തിലുള്ള ഫസാദാണ് അല്ലെ. ഭൂമിയിൽ തന്നെ, അതായത് ഭൂമിന്റെ ഫിസിക്കലി ഉണ്ടാക്കുന്ന ഫസാദുകൾ, അത് ഭൂമിയിൽ മലിനീകരണം ഉണ്ടാക്കിയിട്ട്, വേസ്റ്റുകൾ കളഞ്ഞിട്ട്, ബിൽഡിങ്ങുകൾ നശിപ്പിച്ചിട്ട്, ബോംബിങ് ഇപ്പൊ ഇന്ന് നടക്കുന്ന പലതും അല്ലെ, വെറുതെ കൊണ്ടുപോയി ബോംബ് വെക്കുക, ആൾക്കാരെ കൊല്ലുക, അതൊക്കെ ഫസാദിൽ പെട്ടതാണ്. ഓക്കെ, ഫസാദ് ഫിൽ അർദ്. ഇനി വേറൊരു രീതിയിലുള്ള ഫസാദ് എന്താന്ന് വെച്ചാൽ ഫസാദ് ഫി അഹ്ലിൽ അർദ്. ഭൂമിയിലെ ഭൂമിയുടെ അഹ്ലുകാര്, ഭൂമിയിൽ ജീവിക്കുന്നവരുടെ, അത് മനുഷ്യരായിക്കോട്ടെ മൃഗങ്ങളായിക്കോട്ടെ, മൃഗങ്ങളോട് ചെയ്യുന്ന ഉപദ്രവവും ഫസാദ് ഫിൽ അർദ് തന്നെയാണ്. ഇനി മനുഷ്യരുടെ ഇടയിൽ ചെയ്യുന്ന ഫസാദുകൾ കളവ് പറയാ, ചതിക്കുക, പരദൂഷണം പറയാ അല്ലെ, ഒരാളെ കുറിച്ച് വേറെ ആളോട് നെഗറ്റീവ് പറയാ, അല്ലെങ്കിൽ മറ്റവർ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് ഇയാളോട് പോയി പറയാ, അതൊക്കെ എന്താണ്? ഫസാദാണ്, ഭൂമിയിൽ ഉണ്ടാക്കുന്ന ഫസാദാണ്. അപ്പൊ ഫസാദ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരണക്കേട് കാണിക്കലാണ്. ഓക്കെ, അപ്പം അത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് നെഗറ്റീവ് പറയാന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരാളെ ചീറ്റ് ചെയ്യാന്ന് വെച്ചോ, അപ്പൊ അതൊക്കെ എന്താണ്? ഭൂമിയിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് എന്താണ്? ഫസാദ് സ്പ്രെഡ് ചെയ്യലാണ്. സോ വയുഫ്സിദൂന ഫിൽ അർദ്, അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് എന്താണ്? ഭൂമിയിൽ ക്രമക്കേട് ഉണ്ടാക്കുകയാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ്. അവര് അതിനകത്ത് ബിസിയാണ്. നമ്മൾ ഇങ്ങനത്തെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും
അള്ളാഹുവിന്റെ കൽപ്പനയെ നിഷേധിച്ചുകൊണ്ട് നമ്മളൊരു കുഞ്ഞി കളവ് പറയുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിൽ തിരക്ക് കൂട്ടുകയാണ്. നമ്മൾ ഒരാളെ കുറിച്ച് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുമ്പോൾ അത് ഉള്ളതായിക്കോട്ടെ ഇല്ലാത്തതായിക്കോട്ടെ, രണ്ടിന്റെ കാറ്റഗറി ഒക്കെ നമ്മൾ നാവ് പറഞ്ഞ പോലെ ഹൃദയവും നാവും നമ്മൾ പറഞ്ഞിരുന്നു. നാവിന്റെ നിയന്ത്രണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ആ ക്ലാസ്സുകൾ മിസ്സായവർ വേണമെങ്കിൽ ഒന്നുകൂടെ കേട്ടോക്കാം. അപ്പൊ ഇതൊക്കെ ഒരാളെ കുറിച്ച് ഉള്ളത് പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാലും ഒക്കെ അള്ളാഹു വിരോധിച്ചിട്ടുള്ളതാണ്. അപ്പം അത് ചെയ്യുന്ന ആ നിമിഷം നമ്മൾ ആരാണ്? നമ്മൾ ഫസാദ് ചെയ്യുന്നവരിൽ പെടുകയാണ്. ഭൂമിയിൽ തിരക്ക് പിടിച്ച് അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചിട്ട് കുഴപ്പമുണ്ടാക്കുന്നവരിൽ പെടുകയാണ്. അങ്ങനെയുള്ളവർ ആരാന്നാ പറയുന്നത്? ഫാസിക്കുകളാണ്. ഫാസിക്കുകൾ അള്ളാഹു എന്താ പറയുന്നത്? യുദില്ലു ബിഹി, അവനെ അള്ളാഹു എന്താക്കും? വഴികേടിലാക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മളെ നാവ് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ, അഹ്ലുൽ അർദിലെ ഭൂമിയുടെ അഹ്ലുകാർക്ക് ഉപദ്രവം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ ഫസാദാണ് ചെയ്യുന്നത്. നമ്മളിൽ നിന്ന് മറ്റുള്ളവർ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ഭൂമിയിൽ നമ്മൾ ഫസാദാണ് ഉണ്ടാക്കുന്നത്. ഫസാദ് ചെയ്യുന്നവര് ഫാസിഖുകളാണ്. ഫാസിഖുകൾ അള്ളാഹു വഴി തെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഈ കാറ്റഗറിയിൽ അറിഞ്ഞും അറിയാതെയും പെടുന്നവരാണ് അല്ലെ. നമുക്ക് മെല്ലെ 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 അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. ദുആ ചെയ്യുക, സീരിയസ് ആയിട്ട് ദുആ ചെയ്യുക, സീരിയസ് ആയിട്ട് പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാവട്ടെ നമ്മളെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ. നമ്മൾ ഒരു ഹദീസ് പറയാറുണ്ട്, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം ആരാണ്? ഏതൊരു അതായത് ആളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റൊരു മുസ്ലിം സേഫ് ആണോ അവനാണ് മുസ്ലിം, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ സേഫ് ആണോ അവനാണ് മുസ്ലിം. അപ്പൊ നമ്മളുടെ നാവ് കൊണ്ടും കൈ കൊണ്ടും മറ്റൊരാൾക്ക് ഏതെങ്കിലും രീതിയിൽ അപകടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല. സുബ്ഹാനല്ലാഹ്. ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസാണ്. അപ്പം ഈ ആൾക്കാർ എന്താ ചെയ്യുന്നത്? അവർ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നു. ഇനി അവരാരാണെന്നാണ് അള്ളാഹു പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അവസാനം എന്താണെന്നാണ് അള്ളാഹു പറയുന്നത്? ഉലൈക ഹുമുൽ ഖാസിറൂൻ. അവര് എന്താണ്? ഖാസിറിന്റെ പ്ലൂറലാണ് ഖാസിറൂൻ. ഖുസ്റാൻ എന്ന് പറഞ്ഞാല് നഷ്ടപ്പെട്ടവനാവുക, തോറ്റവനാവുക, ഒരു പ്രയോജനവും ഇല്ലാത്തവനാവുക. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയുള്ളവരാരാണ്? യാതൊരു പ്രയോജനവും ഇല്ലാത്തവരാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും പ്രയോജനമുണ്ടോ ഇല്ലേ, എനിക്കും ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കുന്നവർക്ക്, ഞാൻ പറയുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ശരിക്കും ഫിൽട്ടർ ചെയ്ത് സംസാരിക്കുക, ഫിൽട്ടർ ചെയ്ത് ചെയ്യുക. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ ആ കാലത്ത് എനിക്കൊന്ന് നേരിട്ടുള്ള സംസാരങ്ങളെക്കാളും കൂടുതൽ ഫോൺ കോളുകളും ചാറ്റുകളുമാണ്. നമ്മൾ പറയുന്ന ഓരോ സെന്റൻസും നമ്മൾ ചിന്തിക്കുക, ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ? എന്തെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കും, ഓനെ കുറിച്ച് ഓള് അല്ലെ പറഞ്ഞത് ഇവരെ അറിഞ്ഞിരിക്കണ്ടേ? ഒരു ആവശ്യവുമില്ല. അതൊക്കെ നമ്മൾ എന്തിൽ പെടുന്നതാണ് അല്ലെ? നമ്മൾ മുസ്ലിഹാണെന്ന് വിചാരിച്ചിട്ട് ഫസാദ് ചെയ്യുന്നവരിൽ പെടുന്നതാണ്. അത് മുനാഫിഖിന്റെ ലക്ഷണമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്തിനാ പിന്നെയും 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 പറയുന്നതല്ലേ? അന്ന് നമ്മൾ ആയത്ത് കേട്ടിട്ട് അതിന് ശേഷം നമ്മൾ എത്ര ഫസാദ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു രീതിയാണ് പല രീതിയിൽ പല ആംഗിളിൽ നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അന്ന് മറന്നുപോയ കാര്യം പിന്നെയും ഇപ്പൊ നമ്മളുടെ ഉള്ളിൽ നിന്ന് കത്തും, നമ്മൾ പിന്നെയും ശ്രദ്ധിക്കും. അങ്ങനെ നമ്മൾ മാറുള്ളൂ, അങ്ങനെ നമ്മളുടെ മക്കളും മാറുള്ളൂ കേട്ടോ. അതിപ്പം നമ്മൾ പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. നമുക്ക് അങ്ങനെ മാറാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവളെ മക്കൾക്കും അങ്ങനെ മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ ക്ഷമയോടുകൂടി നമ്മളോട് പറഞ്ഞ കാര്യം തന്നെ 10 ഗ്യാപ്പ് പോലും ആവുന്നേ ഉള്ളൂ അല്ലെ. ഏകദേശം 12-13 ആയത്തിലാണ് ഇത് അള്ളാഹു പറഞ്ഞത്. ഇതിപ്പം 26-27 ആയത്, ഒരു 15 ആയത്ത് ഗ്യാപ്പിൽ അള്ളാഹ് പിന്നെയും പറയാണ് അത് തന്നെ അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മക്കളും അതേപോലത്തെ മനുഷ്യന്മാരാണ്, ഈ ഖുർആന്റെ അഹ്ലുകാരാണ് അല്ലെ. അപ്പൊ അവർക്കും ഇത് പലതവണ പലതും കേൾക്കണം. പക്ഷെ മരണം വരെയും ക്ഷമയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കല് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അപ്പം ഇത്തരത്തിലുള്ള ആളുകള്, ഫാസിഖീങ്ങള്, അവരിതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല അല്ലെ. നമ്മള് മനുഷ്യന്മാര് പൊതുവെ എന്ത് ചെയ്യുമ്പോഴും അതിൽ നിന്നൊരു പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കഴിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല, ഒന്നെങ്കിൽ അതിന്റെ ടേസ്റ്റില്ലേ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കഴിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട്, അതും അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് നമുക്കൊരു റീസൺ ഉണ്ട് അല്ലെ. ഇതെന്തിനപ്പോ വെറുതെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചോദിക്കും ചിലരടുത്ത്, ഒരു കാര്യമില്ലാത്ത എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ.
പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും എന്തിൽ പെടുകയാണ്? ഒരു ഗുണവും ഇല്ലാത്ത നഷ്ടത്തിൽ പെട്ടുവാണ് അല്ലെ. അങ്ങനെയുള്ളവർ ആരാണ്? അൽ ഖാസിറൂൻ. അവർ ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അവർക്ക് എന്താ കിട്ടുന്നത്? ശിക്ഷ. സുബ്ഹാനല്ലാഹ്. ഉലായിക ഹുമുൽ ഖാസിറൂൻ. അവര് നഷ്ടക്കാരാണ്, അവർക്ക് പ്രതിഫലമില്ല. ഒരാള് നല്ല അനുസരണയുള്ള ആളും ഒരാൾ അനുസരണ ഇല്ലാത്ത ആളും, അവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ഗുണം ഒന്ന് തന്നെ ആയിരിക്കും? രണ്ടുപേർക്കും കിട്ടുന്ന പ്രതിഫലം ഒന്നായിരിക്കും? ഒരിക്കലും അല്ല അല്ലെ. അനുസരണക്കേട് കാണിക്കുന്നവന് ശിക്ഷയാണ് പ്രതിഫലം, അനുസരണ കാണിക്കുന്നവൻ എന്തായാലും വേറെ തന്നെ പ്രതിഫലമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുക, നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ചിന്തിക്കുക. ഇതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടാവോ? ഇഹത്തിലോ പരത്തിലോ പ്രയോജനം ഉണ്ടാവോ? ഇത് കേൾക്കുന്ന ആൾക്ക് പ്രയോജനം ഉണ്ടാവോ? ഞാൻ മുഫ്സിദിൽ പെട്ടുപോവോ? ഫസാദ് ചെയ്യുന്നവരിൽ പെട്ടുപോവോ? അതുവഴി ഞാൻ ഫാസിഖായി പോവോ? അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി തെറ്റിക്കുന്നവരിൽ പെട്ടുപോവോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഞാൻ ഖാസിറായി പോവോ? നഷ്ടക്കാരിൽ പെട്ടുപോവോ? അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സോ ഉലായിക ഹുമുൽ ഖാസിറൂൻ. അവര് നഷ്ടക്കാരിൽപ്പെട്ടവരാണ്, അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. നമുക്കിതിന്റെ അതിൽ കുറച്ച് ലെസൺസ് എടുക്കാനുണ്ട് അല്ലെ. ഈ ആയത്തിൽ നിന്ന് നമ്മുടെ സമയം ആയി, എന്നാലും ലെസൺസ് പറഞ്ഞിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്, ഒരു ഫാസിക്കിന്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരണക്കേട് കാണിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാതിരിക്കുക, അള്ളാഹുവിനോട് നിഷേധിക്കുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ നിഷേധിക്കുക എന്നല്ലേ. അപ്പം ഏതൊരു സമയവും നമ്മൾ ഓരോരുത്തരും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, നമ്മുടെ നമസ്കാരങ്ങളിൽ അള്ളാഹു സമയം നിശ്ചിതമായിട്ട് നമുക്ക് തന്നിട്ടുള്ള നമസ്കാരം, അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ എന്താവാണ്? അറിഞ്ഞോ അറിയാതെയോ ഫാസിഖിൽ പെടുകയാണ്. അള്ളാഹു കൽപ്പിച്ച എന്തും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ഫാസിഖിൽ പെടുകയാണ്. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഫാസിഖാവുകയാണ്. അതാണ് ഫാസിഖുകളുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്, അള്ളാഹുവിന് കൊടുത്ത കൽപ്പനയ്ക്ക്, ഉടമ്പടിക്ക് എതിരെ പോവാം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അവര് അള്ളാഹു യോജിപ്പിക്കാൻ പറഞ്ഞതിനെ കട്ട് ചെയ്ത് കളയുന്ന ആൾക്കാരാണെന്ന് അല്ലെ. എന്താണ് അള്ളാഹു യോജിപ്പിക്കാൻ പറഞ്ഞത്? ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് രക്തബന്ധങ്ങൾ അല്ലെ, ബന്ധുക്കള്, നമ്മുടെ റിലേറ്റീവ്സ്. നമ്മള് സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹ് ബുഖാരിയിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മൾ മറ്റു പലരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയാറുള്ള ഒരു ഹദീസാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. കട്ട് ചെയ്യുന്നവൻ, രക്തബന്ധങ്ങൾ കട്ട് ചെയ്യുന്നവൻ എന്താവൂല? ഖാത്തി എന്നാണുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. യഖ്തഊന നമ്മൾ പറഞ്ഞല്ലോ അല്ലെ, അതേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ് ഖാതിഉൻ. കട്ട് ചെയ്യുന്നവൻ അവൻ എന്താക്കൂല? സ്വർഗത്തിൽ പ്രവേശിക്കൂല. ലാ യദ്ഖുലുൽ ജന്നത. അവനിനി എന്ത് തന്നെ സൽപ്രവർത്തികൾ ചെയ്തോട്ടെ, ഹജ്ജ് ചെയ്തോട്ടെ, സ്വതക്ക ചെയ്തോട്ടെ, അവൻ രക്തബന്ധം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുടുംബ ബന്ധങ്ങളെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പേടിക്കണം അല്ലെ, നമ്മളെല്ലാവരും പേടിക്കണം. ശരിക്കും നമ്മളെ ബന്ധുക്കളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, നമ്മളെ കുടുംബക്കാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ, അത് ഭയങ്കര നോർമലാണ്. അതില്ലാത്തൊരു സ്ഥലവും ഇല്ല അല്ലെ. ആങ്ങളെയും പെങ്ങളുമായിട്ട് വഴക്കുണ്ടാവുന്നത്, ഉമ്മയും മക്കളുമായിട്ട് വഴക്കുണ്ടാവുന്നത്, അളാമ്മയും മുത്തമ്മയായിട്ട് വഴക്കുണ്ടാവുന്നത് അല്ലെ, അങ്ങനെ പല 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടാവുന്നത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അവര് പറഞ്ഞ എന്തോ ഒരു കാര്യം നമുക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ അവരെ കാണുമ്പോഴൊക്കെ മനസ്സിലാത്ത തികട്ടി തികട്ടി വരും. അതുകൊണ്ട് അവരോട് വെറുപ്പാവും. സ്വാഭാവികമാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പ്രത്യേകിച്ച് പലരും പറയുന്നേക്ക, കുടുംബക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഫ്രണ്ട്സാണ് എല്ലാം. എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഈ കൽപ്പനയിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നതുകൊണ്ട്. ഫ്രണ്ട്സിനെ കാണുമ്പോൾ സന്തോഷം, അതുകൊണ്ട് ഫ്രണ്ട്സ് തന്നെ മതി. അത് വേണം, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന എന്താണ്? രക്തബന്ധങ്ങൾ കട്ട് ചെയ്യരുത് എന്ന് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ വല്യാപ്പ ചെയ്ത എന്തോ കാര്യം ഉണ്ടാവില്ല, അന്നു മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ വാപ്പ നമ്മളോട് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഒരു കസിൻ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ അളാപ്പന്റെ മോൻ, മൂത്താപ്പന്റെ മോന്, മൂത്താപ്പ, വല്യാപ്പ, ആരാണെങ്കിലും അങ്ങനത്തെ പലതും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് ഭയങ്കര നോർമലാണ്. പക്ഷേ കട്ട് ചെയ്ത് കളയാന്നുള്ളത് നോർമൽ അല്ല, സ്വീകാര്യമേ അല്ല. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തനങ്ങളെയും നശിപ്പിച്ചു കളയും. അത് നരകത്തിലേക്കേ നയിക്കുകയുള്ളൂ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ.
നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടല്ലേ, ആൾക്കാർക്ക് എപ്പോഴും എക്സ്ക്യൂസ് ആണ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ ആണ്. എന്തെങ്കിലും കട്ട് ചെയ്ത് കളഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബന്ധം കട്ട് ചെയ്ത് കളഞ്ഞാൽ അവരും അങ്ങനെ ഭയങ്കര മോശമായിട്ടാണ് എന്നോട് ഇത് പറഞ്ഞ് അത് പറഞ്ഞ്, എന്നെ കാണുമ്പോഴൊക്കെ എന്നെ ചീത്ത പറയും അല്ലേ, എന്റെ വല്യമ്മ അങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ കാർന്നോരിങ്ങനെ പറഞ്ഞ്, മൂത്താപ്പ അങ്ങനെ പറഞ്ഞ്, മൂത്താപ്പന്റെ മോൻ ഇത് ചെയ്ത് ഞാൻ അത് കൊടുത്തിട്ട് എനിക്കിത് കിട്ടിയില്ല, ഇപ്പോഴും ഭയങ്കര മോശ സ്വഭാവമാണ് അവരത്, അല്ലെങ്കിൽ എന്താണ് ഷെയർ തന്നില്ല അല്ലെ, അങ്ങനെ കുറെ 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 കംപ്ലൈന്റുകൾ ഉണ്ടാവും. നമുക്ക് റീസൺസ് ഉണ്ടാവും എപ്പോഴും കട്ട് ചെയ്ത് കളയുന്നതിന്. ശരിയുമായിരിക്കും ചിലപ്പോൾ ആ റീസൺസ് ഒക്കെ, ന്യായം തന്നെ ആയിരിക്കും, ജസ്റ്റിഫയബിൾ റീസൺ തന്നെ ആയിരിക്കും. പക്ഷേ ഇനി എന്തൊക്കെ റീസൺ ആണെങ്കിലും അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ യാതൊരു മാർഗവും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. നമ്മളൊരു ഹദീസിൽ അസ്മാ ബിൻത് അബീബക്കർ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ റളിയല്ലാഹു അൻഹ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കാണ്. ഓക്കെ, അവരുടെ ഉമ്മ മദീനയിൽ വന്ന് എന്തിന്, മോളെ കാണാൻ വേണ്ടിയിട്ട് പ്രവാചകന്റെ അടുത്ത് ചോദിച്ചു, ഉമ്മ വരുന്നുണ്ട്, ഞാൻ കേറ്റണോ, കാണണോ, സംസാരിക്കണോ? പ്രവാചകൻ പറയും, നഅം സിലി ഉമ്മക്കി, യെസ്, നീ നിന്റെ ഉമ്മയുമായിട്ടുള്ള ബന്ധം ചേർക്കണം, കട്ട് ചെയ്ത് കളയരുത്. അപ്പൊ ഇവിടെ അവരുടെ ഉമ്മ ഒരു മുശ്രിക്കാണ്. അപ്പൊ നിങ്ങളുടെ ഉമ്മ ഒരു അമുസ്ലിം ആണെങ്കിലും, നിങ്ങളുടെ ഉമ്മ എന്ന് പറയുമ്പോൾ എന്താണ്, രക്തബന്ധമാണ് ഇവിടെ നമ്മൾ പറയുന്നത് അല്ലെ. രക്തബന്ധത്തിൽപ്പെട്ട ഒരാൾ അമുസ്ലിം ആണെങ്കിൽ പോലും, മുശ്രിക്കാണെങ്കിൽ പോലും, അവിശ്വാസിയാണെങ്കിൽ പോലും കട്ട് ചെയ്ത് കളയാൻ പറ്റൂല. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് എന്താണ് ഒരു പങ്കുകാരനെ ചേർക്കുക അല്ലെ, ഷിർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ അള്ളാഹുവിനെ അവിശ്വസിക്കുക, കുഫ്ർ ചെയ്യുക, അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കാതിരിക്കുക, എന്നാ പോലും കട്ട് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുവാദമില്ല. എന്നാൽ പോലും ആ ബന്ധം കട്ട് ചെയ്യാനുള്ള അധികാരമില്ല. ഏറ്റവും വലിയ പാപം അല്ലെ, ഒരാൾ ഒരു പക്ഷേ തൗബ ചെയ്യാതെ മരിച്ചു പോയ ഒരിക്കലും പൊറുക്കപ്പെടൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറയുന്ന പാപമാണ് ഷിർക്ക്. പക്ഷെ ഷിർക്ക് ചെയ്യുന്നവനാണ് എങ്കിൽ പോലും അവനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യാൻ അനുവാദമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന അല്ലെ, അത് പറഞ്ഞതുകൊണ്ടോളൂ, അത് ചെയ്തതുകൊണ്ടോളൂ, അങ്ങനെ ആക്കിയതുകൊണ്ട്, അല്ലെ ഓൻ ഇങ്ങനെ ആക്കിയത് കൊണ്ട് ഞാൻ ബന്ധം കട്ട് ചെയ്തതാണെന്ന് പറയാൻ പിന്നെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇല്ല അവിടെ അല്ലെ. എന്നെ ആ പരിപാടിക്ക് വിളിച്ചില്ല, എനിക്ക് അന്ന് ആ പരിപാടിക്ക് എല്ലാവർക്കും ഓള് ഗിഫ്റ്റ് കൊടുത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നില്ല, അല്ലെങ്കിൽ ഓൾ ആ പറഞ്ഞ എനിക്ക് വല്ലാത്ത വിഷമായി പോയി, നെഞ്ച് കൊണ്ടുപോയില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാം. പല എക്സ്പ്ലനേഷനാണ് നമുക്ക്. അല്ലെങ്കിൽ എന്റെ ഞാൻ കല്യാണത്തിന് വിളിച്ചിട്ട് ഒരു പരിപാടിക്ക് ഓള് വന്നില്ല, അപ്പോൾ ഓള് മറ്റേന് പോയി അല്ലെ. അപ്പൊ ഇതൊന്നും ഒരു ക്രൈം അല്ല, ഒരു ക്രിമിനൽ കേസ് അല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് പങ്കു ചേർക്കുന്നതായിട്ട് വെച്ച് നോക്കുമ്പോൾ അല്ലെ, ഏറ്റവും വലിയ തിന്മ ഷിർക്കാണ്. ഷിർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ഈ ചെയ്യുന്ന ഒന്നും അതിനേക്കാളും വലുത് ആർക്കും ചെയ്യാനില്ല. ഷിർക്കിനേക്കാളും വലുതായിട്ട് ഒരു തെറ്റൊരാൾക്ക് ചെയ്യാനില്ല. ആ ഷിർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അവര് നമ്മളുടെ രക്തബന്ധു ആണെങ്കിൽ അത് കട്ട് ചെയ്യരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ ഹക്കാണ് എല്ലാ മനുഷ്യന്മാരുടെ ഹക്കിനേക്കാളും മേലെ അല്ലെ. അപ്പം അവരുമായിട്ട് ഞാനുമായിട്ടുള്ള ഹക്ക് ഉറപ്പിക്കാത്തവരെ പോലും നിങ്ങൾ ബന്ധം മുറിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന എന്ത് തിന്മയാണ് അവിടെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുക? അവർ പറഞ്ഞ എന്ത് വാക്കാണ്, അവർ ചെയ്ത എന്ത് പ്രവൃത്തിയാണ് കുടുംബ ബന്ധം കട്ട് ചെയ്യുന്നതിന് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുക? സുബ്ഹാനല്ലാഹ്. അപ്പം എന്തുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത് അല്ലെ? അള്ളാഹു സുബ്ഹാനഹു തആല എന്തെങ്കിലും ഒരു കാര്യം അത്ര കൃത്യമായിട്ട് എത്ര കണിശമായിട്ട് പറയണമെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടാവും. എന്താണ് ഇതിന് ഇത്ര വലിയ വിഷയമാക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്? സത്യം പറയുകയാണെങ്കിൽ പലതും നമ്മൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ആണ് പലതും നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. പലതിലും നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പനയാണെന്നൊക്കെ പലതും നമുക്കറിയാം. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ കൽപ്പന എന്തൊക്കെയാണെന്നൊക്കെ ഒരുമാതിരിപ്പെട്ട അത്രയും ക്ലാസ്സുകൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ അറിയുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കറിയാം. പക്ഷെ പലതും എന്തുകൊണ്ടാണെന്ന് അറിയാത്തതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ ഭയങ്കര പ്രയാസം. അപ്പൊ നമ്മൾ റീസണും കൂടെ അറിയണം അല്ലെ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നും കൂടെ നമ്മൾ അറിയണം. അപ്പം എന്തായിരിക്കും അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം? നമ്പർ 1, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് ഈ ബന്ധം അവരും നമ്മളും ഇടയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. രക്തബന്ധം എന്ന് പറയുന്ന ബന്ധം അല്ലെ, അത് ഏതാണെങ്കിലും ഉമ്മ വാപ്പ വഴിയുള്ള നമ്മളുടെ ഏത് ബന്ധങ്ങളും അത് തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു ആണ്. ആർക്കെങ്കിലും അവന്റെ ഉമ്മനെയും വാപ്പനെയും സെലക്ട് ചെയ്യാൻ പറ്റുമോ? സഹോദരങ്ങളെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? കസിൻസിനെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? അളാമ മൂത്താപ്പ കാർന്നോര് അങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല അല്ലെ.
ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. അള്ളാഹു മാത്രം തീരുമാനിച്ചതാണ്. നമ്മളുടെ കുടുംബത്തിലുള്ള നമ്മളുടെ ഈ രക്തബന്ധത്തിൽ ഓരോരുത്തർക്കും ആരൊക്കെ വേണം അവന്റെ രക്തബന്ധത്തിൽ, അവന്റെ ഉമ്മ വാപ്പ വഴിയുള്ള. ശരിക്കും ഈ ഒരു സിലത്തുൽ അർഹാം, റഹ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഗർഭപാത്രം അല്ലെ, ഗർഭപാത്രം വഴിയുള്ള ബന്ധങ്ങളാണ് സിലത്തുൽ അർഹാം എന്ന് പറയുന്നത്. സിലത്തുൽ അർഹാം എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ പ്രകാരം ഉമ്മ വാപ്പ വഴിയുള്ള ബന്ധം 4 ജനറേഷൻ വരെ, ഓക്കെ, 4 ജനറേഷൻ വരെയുള്ള ബന്ധങ്ങളെയാണ് സിലത്തുൽ അർഹാം എന്ന് പറയപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് എന്തായാലും നമുക്ക് വകുപ്പില്ല അല്ലെ, അങ്ങനെ ഒരു ചിലപ്പം നമ്മൾക്ക് അവരെ കാണാൻ പറ്റില്ല നമ്മുടെ ലൈഫ് സ്പാൻ വെച്ചിട്ട്. അപ്പം അത്രയും ബന്ധങ്ങൾ. അപ്പൊ നമ്മൾ ചോദിക്കും അത്യാവശ്യം നമ്മൾ അളാപ്പ മുത്തപ്പ മക്കളൊക്കെ ആയിട്ട് കമ്പനി ഉണ്ട്, പക്ഷെ ചിലപ്പം വല്യപ്പന്റെ കസിൻസ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരും നമ്മൾ സിലത്തുൽ അർഹാമിൽ പെട്ടതാണ്. നമ്മളൊരു പക്ഷെ കട്ട് ചെയ്ത് കളയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് ബന്ധം ഉണ്ടാവില്ല അവരുമായിട്ട് അല്ലേ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പം ഇതുപോലെയുള്ള ആളുകളെ മൊത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെ ജീവിതത്തിലും തീരുമാനിച്ചിട്ടുള്ളത് അള്ളാഹു മാത്രമാണ്. നമുക്കൊരു ചോയ്സേ ഇല്ല അല്ലെ. നമ്മളൊരു വിവാഹബന്ധം തെരഞ്ഞെടുക്കുന്ന മാതിരി ഒരു സൈറ്റിൽ, മാട്രിമോണിയൽ സൈറ്റ് പോലെ ഇതുപോലെ സൈറ്റ് ഉണ്ടാവും. എനിക്ക് ഇങ്ങനെയുള്ള ഉമ്മനെ വേണം, ഇങ്ങനെ സംസാരിക്കുന്ന അല്ലെ, ഇങ്ങനെ പ്രവർത്തിക്കുന്ന, എന്നോട് ഇത് പറയാത്ത, അങ്ങനത്തെ ഒരു ഉമ്മയുണ്ട്. കാരണം മാട്രിമോണിയൽ സൈറ്റിൽ നമുക്ക് കുറെ സ്പെസിഫിക്കേഷൻ എഴുതാനുള്ള വകുപ്പുണ്ടല്ലോ അല്ലെ. അവരുടെ കളർ ഇന്നതാവണം, ഹൈറ്റ് ഇന്നതാവണം, പഠിപ്പ് ഇന്നതാവണം, കുടുംബം ഇന്നതാവണം എന്നൊക്കെ നമുക്ക് എഴുതാലോ. അതുപോലെ ഉമ്മനെയോ വാപ്പനെയോ അളാപ്പനെയോ മൂത്താപ്പനെയോ കസിനെയോ തെരഞ്ഞെടുക്കാൻ നമുക്ക് ഒരു മാർഗവും ഇല്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഫാസിഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സ്റ്റേറ്റ്മെന്റിനെ അല്ലെ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ ഇതെന്താ എന്ന് ചോദിക്കുന്ന ആളാണ് അല്ലെ. അള്ളാഹു കഴിഞ്ഞ ആയത്തില് കൊതുകിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരെന്താ ചോദിക്കുന്നത്? മാതാ റാദ അല്ലാഹു ബിഹാദാ മസല, അള്ളാഹു ഈ ഉദാഹരണം കൊണ്ട് എന്താ ഉദ്ദേശിച്ച്? അതിനെ പുച്ഛിക്കുക, പരിഹസിക്കുക അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പനകൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ സ്വീകരിക്കാൻ മടിയുള്ളവരാണ് ഫാസിഖുകള്. അപ്പം അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലുള്ള, നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും അവരെന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് അള്ളാഹു തീരുമാനിച്ചതാണ്. നിനക്ക് ഇന്ന ആൾക്കാരൊക്കെ നിന്റെ കുടുംബത്തില് നിന്റെ ഉമ്മയായിട്ടും വാപ്പയായിട്ടും സഹോദരങ്ങളായിട്ടും അളാപ്പയായിട്ടും അളാപ്പന്റെ മക്കളായിട്ടും മൂത്താപ്പയായിട്ടും അവരുടെ മക്കളായിട്ടും അല്ലെങ്കിൽ വല്യാപ്പന്റെ കസിനായിട്ടും ഉണ്ടാവണം എന്ന്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം സ്വീകരിക്കാൻ മടിയുള്ളവരാരാണ്? ഫാസിഖ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിനെ കളിയാക്കുന്നവരാരാണ്? ഫാസിഖുകള്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രയാസം ആവുകയാണെങ്കിൽ നമ്മളുടെ ആ കുടുംബത്തിലെ രക്തബന്ധത്തിൽപ്പെട്ട ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും പറയാൻ പ്രയാസം, ഐ മീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്, അവരെ നമ്മൾ കട്ട് ഓഫ് ചെയ്ത് കളയുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക അള്ളാഹു തന്ന ബന്ധമാണ്. അതിനെ കട്ട് ഓഫ് ചെയ്യുന്നത് ആരാണ്? ഫാസിഖാണ്. ഇനി രണ്ടാമത്തെ റീസൺ, കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് കണക്കില്ലാത്ത പ്രതിഫലങ്ങളുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ഒരുപാട് സുബ്ഹാനല്ലാഹ്, ഇഹത്തിലും പരത്തിലും. നമ്മൾ ഇതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള വേറൊരു ഹദീസാണ്, മൻ അഹബ്ബ അൻ യബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആർക്ക് കൂടുതൽ സ്വത്ത്, സമ്പാദ്യവും കൂടുതൽ ആയുസ്സും ദീർഘായുസ്സും വേണോ, എന്നാൽ അവൻ എന്താണ്? രക്തബന്ധം, ഫൽയസിൽ റഹിമഹു. റഹ്മ നമ്മൾ പറഞ്ഞല്ലേ, സിലത്തുൽ അർഹാം, അവൻ രക്തബന്ധങ്ങള് ചേർത്ത് കൊള്ളട്ടെ. സ്വഹീഹ് ബുഖാരി. കൂടുതൽ ധനം, കൂടുതൽ സമ്പത്തും കൂടുതൽ ആയുസ്സും, ആർക്കാ അത് വേണ്ടാത്തത്? സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും വേണം അല്ലെ. അപ്പൊ ഇഷ്ടം പോലെ പ്രതിഫലമാണ് ഇഹത്തില്. വേറൊരു ഹദീസില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർ-റഹം എന്നുള്ള വാക്ക്, അർ-റഹം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർ-റഹ്മാൻ എന്നുള്ള പേരിൽ നിന്ന് ഡെറൈവ് ചെയ്തതാണ്. റഹ്മ എന്താണ്? ഗർഭപാത്രം. ഇന്ന റഹിമ സുജ്നത്തും മിനർ റഹ്മാനി. റഹിമ എന്ന വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മാൻ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. ഫഖാല അല്ലാഹു, അള്ളാഹു പറഞ്ഞു, ഇത് ഹദീസ് ഖുദ്സിയാണ് അല്ലെ, അള്ളാഹു ഖുദ്സിയാണ്, അള്ളാഹുവിൽ നിന്ന് വന്ന വാക്കാണ്. മൻ വസലക്കി വസലത്തുഹു വമൻ ഖതഅക്കി ഖതഅതുഹു. ആര് കുടുംബ ബന്ധങ്ങളുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നു, കുടുംബങ്ങളുമായിട്ട് രക്തബന്ധങ്ങളുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്നുവോ അവനുമായിട്ട് ഞാൻ നല്ല ബന്ധം കീപ്പ് ചെയ്യും. ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല. ആര് കുടുംബ ബന്ധങ്ങളെ കട്ട് ചെയ്ത് കളയുന്നുവോ അവനുമായിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയും. സുബ്ഹാനല്ലാഹ്, ആർക്കാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ആർക്കാണ് അള്ളാഹുമായിട്ട് കട്ട് ചെയ്യേണ്ടത്? ആർക്കും വേണ്ടല്ലേ. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമുക്ക് വേണ്ടേ? അള്ളാഹുമായിട്ട് നല്ല ബന്ധം വേണമെങ്കിൽ നമ്മൾ കുടുംബങ്ങളുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യണം, നമ്മളുടെ രക്തബന്ധവുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യണം.
അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്ത് കളയും. ഇനി അടുത്തത്, ഒരാൾക്ക് അയാളുടെ കുടുംബ ബന്ധങ്ങളിൽ കുടുംബത്തിൽ പെട്ട ആരെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും ആയിട്ട് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അയാളുടെ ക്ഷമ കൂടൂലേ. കാരണം നമ്മൾ പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്ന പോലെയല്ല, നമ്മളുടെ സ്വഭാവം ശരിക്കും എന്താണെന്ന് അളക്കേണ്ടത് നമ്മൾ വീട്ടിലുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെയാണോ. നമ്മളൊക്കെ ഇപ്പൊ ഭയങ്കര സംഭവമായിട്ട് ദീനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഇങ്ങനെ തലയെ കെട്ടി വെച്ച് നടക്കുന്നുണ്ടാവും. അത് അവരുമായിട്ട് നമ്മൾ ഭയങ്കര നല്ല ഭയങ്കര ക്ലോസ് ചങ്കാണ്, അതാണ് ഇതാണെന്ന്. പക്ഷെ നമ്മളുടെ സ്വഭാവം ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ആവേണ്ടത് നമ്മുടെ വീട്ടിനകത്തുള്ള ആൾക്കാരോടാണ്. അവരുടെ കാര്യങ്ങൾ നമുക്ക് ക്ഷമയോട് കൂടി ഡീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ സഹനത്തിന്റെ ഇതെന്താണ്, നമ്മൾ ഭയങ്കര മോശപ്പെട്ട ക്ഷമയുള്ളവരാണ് അല്ലെ, നമുക്ക് സഹിക്കാൻ പറ്റാത്തവരാണ്. പക്ഷെ അവരുമായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവര് നമ്മളോട് പറയുന്ന ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതിനെ ശരിക്കുള്ള സെൻസിൽ എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ഷമ വർദ്ധിക്കും, നമ്മുടെ സഹനശക്തി വർദ്ധിക്കും. നമ്മുടെ സഹോദരങ്ങൾ അല്ലെ, പലപ്പോഴും നമ്മൾ അവരുടെ കൂടെ ജീവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവർ പറയുന്ന പലതും നമുക്ക് ഇഷ്ടമില്ലാതിരിക്കാം, എന്നാൽ പോലും നമ്മൾ ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവരെ കാണാൻ പോകും അല്ലെ. പലപ്പോഴും അവര് നമുക്ക് വിഷമമുള്ള പല കാര്യങ്ങളും പറയുമായിരിക്കും, സഹോദരങ്ങളും എല്ലാം, രക്തബന്ധത്തിൽപ്പെടുന്ന ആരും, എളാമ്മ, മൂത്താപ്പ, മക്കൾ ആരാണെങ്കിലും ഓക്കെ, നമുക്ക് പലപ്പോഴും നമ്മളെ വെറുപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത്. എന്നാലും നമ്മൾ അത് ക്ഷമയോടുകൂടി റബ്ബിന്റെ കൽപ്പന അനുസരിക്കാൻ വേണ്ടി സിമ്പിളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്ഷമ വർദ്ധിക്കുവോ? ഓഫ് കോഴ്സ് വർദ്ധിക്കൂ അല്ലേ. അവര് സഹിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള ആളുകളെ സഹിക്കാൻ പറ്റുമോ? നിശ്ചയമായും പറ്റും. പക്ഷെ അവരെ നമുക്ക് സഹിക്കാൻ പറ്റൂലെങ്കിൽ പുറത്തുള്ള ഒരാൾ എന്ത് പറഞ്ഞാലും നമുക്ക് സഹിക്കാൻ പറ്റൂല. ചിലപ്പോൾ നമ്മളേക്ക് ഇതിലും വലുതൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ട് പിന്നെയാ അല്ലെ ചിലർ പറയുമ്പോൾ നമുക്ക് അതൊന്നും ഒരു വിഷയമാവില്ല. നമ്മൾ വീട്ടിലുള്ള എല്ലാവരുമായിട്ട് നമുക്ക് നല്ല ടേംസ് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവരെ നമുക്ക് സഹിക്കാൻ പറ്റൂല, അവരുമായിട്ട് നമ്മൾ ഫുൾ ടൈം അടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ പുറത്തുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴും അവരുടെ സംസാരവും അവരുടെ പ്രവൃത്തികളും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. അവർക്കത് പറ്റില്ല. നമുക്ക് തിരിച്ചും ചിന്തിക്കാം, നമ്മളോട് പുറത്തുള്ള ഒരാൾ നമ്മളായിട്ട് ഡീൽ ചെയ്യുന്ന രീതി ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വീട്ടിലും ഇത് പറ്റുന്നുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ആളുകളെല്ലാം അല്ലെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്പെക്റ്റ് ഇല്ല ആൾക്കാരുടെ. മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യമേ ഇല്ല അല്ലെ. തൊടുക, പിടിക്കുക, വെട്ടുക, കുത്തുക, കൊല്ലുക, കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരു കുടുംബവുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് പൊതുവെ അവർക്ക് പുറത്ത് ചെന്ന് കഴിഞ്ഞാലും എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ ന്യൂക്ലിയർ കുടുംബം അല്ലെങ്കിൽ പല പല സിറ്റികളിൽ വന്ന് അവിടെ സെറ്റിലായി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് കുടുംബമായിട്ട് ഇല്ലെങ്കിൽ അവർക്ക് ചുറ്റുപാടുള്ള ആളുകളുമായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരിനി എന്തെങ്കിലും ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് അപ്പം പ്രശ്നമാവും. കഴിഞ്ഞ ദിവസം ഞാൻ മോള് പറയുന്ന കേട്ടിട്ടുണ്ട്, ഇതില് പ്ലേ ഗ്രൗണ്ടിൽ ഒരു ചെറിയ കുട്ടി വേറൊരു കുട്ടീന്റെ മേലേക്ക് മണ്ണെറിഞ്ഞത് എന്തോ ആണ്. പാർക്കിൽ പോണതെ കുട്ടികൾ കളിക്കാനും മണ്ണെറിയാനും ഒക്കെയാണ് അല്ലെ. അപ്പൊ അതിന്റെ ഉമ്മയും വാപ്പയും തമ്മിൽ ഭയങ്കര അടിപിടി വഴക്കായി. സുബ്ഹാനല്ലാഹ്. കുട്ടികൾക്ക് അത് അവർ ചിലപ്പോൾ ഉമ്മയും വാപ്പയും അടിപിടി ഉണ്ടാക്കുമ്പോൾ മക്കൾ പിന്നെയും കളിക്കുന്നുണ്ടാവും. കാരണം അവർക്ക് പറ്റൂല, ഒന്നും വീട്ടിനകത്ത് നടക്കുന്നത് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പുറത്ത് ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാ നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ പോലും അറിയാതെ പല 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 തിന്മകളും സമൂഹത്തിൽ ഉണ്ടാവും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈറുണ്ട്, അത് നമ്മൾക്ക് തന്നെ നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുടുംബ ബന്ധത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ എല്ലാ രീതിയിലും നമ്മുടെ സ്വഭാവങ്ങളെയും നമ്മുടെ സംസാരങ്ങളെയൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് നമ്മൾ കാണിക്കുന്ന ഓരോ കാര്യത്തിലും അത് പുറത്തു വരും. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ കുടുംബ ബന്ധം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ വേറെ പല 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 തിന്മകളിലും നമ്മൾ ചെന്ന് പെടും. ഒരു ഉദാഹരണം പറയാം, നമ്മൾക്ക് ആരെങ്കിലുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെക്കാം, നമ്മളെ ആങ്ങളെയായിട്ടോ, പടച്ചോൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, ആരുമായിട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ. അങ്ങനെ ഇപ്പം ആരുമായിട്ട് നമുക്ക് പ്രശ്നമുണ്ട്, അപ്പൊ നമ്മൾ കുറെ നാളത്തേക്ക് അവരോട് സംസാരിക്കൂല അല്ലെ. സ്വാഭാവികമായിട്ടും അവരെ കുറിച്ച് നമ്മൾ മോശം കാര്യം പറഞ്ഞു നടക്കും. അല്ലെങ്കിൽ വേറൊരാൾ ചോദിക്കുക, അതെന്താ എന്റെ ആങ്ങളെ വന്നില്ലേ പരിപാടിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൻ അങ്ങനാണ്, ഓൻ ഇങ്ങനെ ചെയ്ത്, ഓനത് ചെയ്തില്ലേ. കാരണം നമുക്ക് അവിടെ നമ്മളെ കാര്യം എന്താക്കണം, സ്ട്രോങ് ആക്കണം, നമ്മളെ ഫേസ് ക്ലിയർ ആക്കണം. അപ്പൊ നാച്ചുറലി നമ്മളുടെ വായിൽ നിന്ന് ഗീബത്ത് വരും. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ ഉള്ളതായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, അത് വരും. അത് നമ്മൾ പോലും അറിയാതെ അടുത്ത തിന്മയിലും ചെന്ന് പെട്ടു. ചിലപ്പോ ഈ പറയുന്നത് അവരൊരിക്കലും ചെയ്യാത്തൊരു കാര്യമായിരിക്കും. സുബ്ഹാനല്ലാഹ്.
അപ്പം ആ ആളെ കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു പിക്ചറും നമ്മൾ ഈ കേൾക്കുന്ന ആൾക്ക് കൊടുത്തു. പലപ്പോഴും നമ്മളിങ്ങനെ മനസ്സിൽ പ്രിപ്പയർഡ് ആയിരിക്കും, ഒരു ചോദിക്കുമല്ലോ ഇപ്പൊ എന്തായാലും ഓനെന്തേ വരാഞ്ഞെന്നല്ലേ ഓളെന്തേ വരാഞ്ഞെന്ന്, അപ്പൊ ഇന്ന രീതിയിൽ പറയും. നമ്മളെ മനസ്സിൽ ആ പരിപാടിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കുമ്പോഴും മനസ്സിൽ ഫുള്ള് ചിന്ത ഇതായിരിക്കും, ആള് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും. അപ്പൊ നമ്മളെ സേഫ് ആക്കിയിട്ട് അവരെ മറ്റേ സൈഡിൽ നിർത്തിയിട്ടുള്ള ഒരു സ്റ്റോറി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. കളവാകാം, വൈബത്താവാം. സുബ്ഹാനല്ലാഹ്. ഇനി ഇതുപോലെ നമ്മൾ വർഷങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടെന്ന് നോക്കാം, ഒരാളാമ്മയോ മൂത്താപ്പയോ അവരൊക്കെ ആയിട്ട്. അപ്പൊ മക്കൾ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ ആരുമില്ല, നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ആരുമില്ല അല്ലെ? സുബ്ഹാനല്ലാഹ്. ഭയങ്കര വലിയ കളവാതല്ലേ. കുട്ടികളുടെ ഇപ്പം അത് കൂടുതലും സംഭവിക്കുക വാപ്പന്റെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളിലാണ് അല്ലെ. അവരുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് കട്ട് ചെയ്തോളി. അങ്ങനെ ആരുമില്ല, അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയേ വേണ്ട. വലിയ കളവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ചേർക്കാൻ പറഞ്ഞതിനെ കട്ട് ചെയ്ത് കളയലാണ്. അതിന് നമ്മൾ ഒരിക്കലും കാരണമാവരുത്. നമ്മൾ പോലും അറിയാതെ പല തിന്മകളിലേക്ക് അത് എത്തും. അപ്പൊ കുടുംബ ബന്ധങ്ങള് ചേർത്ത് വെക്കുക എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ശരിക്കും മനുഷ്യനാക്കുന്നത് സുബ്ഹാനല്ലാഹ് കുടുംബ ബന്ധങ്ങളെ ചേർക്കുമ്പോഴാണ്. ഒരാളും ബന്ധമില്ലാണ്ട് ഒറ്റക്ക് മാറി താമസിക്കുമ്പോൾ അയാളുടെ മാനുഷിക ഗുണങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ക്ഷമിക്കാൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനെ മനുഷ്യനാക്കി നിലനിർത്താൻ വേണ്ടിയിട്ടാ, അവനെ കൂടുതൽ ക്ഷമയുള്ളവനാക്കാൻ വേണ്ടി, കൂടുതൽ സഹനശക്തി ഉള്ളവനാക്കാൻ വേണ്ടിയിട്ടാ. അപ്പം അവന്റെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്ലാൻ ഒരിക്കലും തെറ്റൂല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കൽപ്പന തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരിക്കലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവില്ല. നമ്മൾ പോലും അറിയാതെ നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഇഹത്തിലും പരത്തിലും. ഇഹത്തിലും നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് സ്വത്തും കൂടുതൽ ആയുസ്സും വേണമെങ്കിൽ നിങ്ങൾ കുടുംബ ബന്ധം ചേർത്തു. പരലോകത്ത് കണക്കില്ലാത്ത പ്രതിഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പന അനുസരിക്കുന്നുണ്ട്. അതുപോലെ പല നല്ല പ്രവൃത്തികൾക്കും കാരണമാവും. നമ്മുടെ പല തിന്മകളും തടയുന്നത് പോലെ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള കാരണവുമാവും. അതുകൊണ്ട് നമ്മൾ കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമാണ്. നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് വലിയ ഹൃദയം വേണം, വിശാലമായിട്ടുള്ള ഹൃദയം വേണം. സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ഏത് കുടുംബം ഇന്നത്തെ കാലത്തുള്ളത് അല്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. ചിലപ്പോൾ കുടുംബത്തിനകത്ത് തന്നെ ഒരു കല്യാണം കഴിഞ്ഞു, സുബ്ഹാനല്ലാഹ്, കസിൻസ് തമ്മിൽ കല്യാണം കഴിഞ്ഞു, അവർ തമ്മിൽ ഡിവോഴ്സായി, പിന്നെ ആ രണ്ട് കുടുംബം തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല അല്ലെ? നാച്ചുറലായിട്ട് ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് അത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാമിലി ബിസിനസ് ചെയ്തു, അത് ബ്രേക്കായി, പിന്നെ അവര് തമ്മിൽ പിന്നെ മിണ്ടേ ഇല്ല, പിന്നെ കണ്ടാ കീരിയും പാമ്പും. പിന്നെ എവിടെ പോകുമ്പോഴും അവരെ കുറ്റം പറയും, ഇവരുടെ കുറ്റം പറയും. അതല്ലെങ്കിൽ സ്വത്ത് തർക്കം അല്ലെ, സ്വത്ത് കൊടുത്തില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വത്ത് നീതിപൂർവ്വം അല്ല ഡിവൈഡ് ചെയ്തെന്നുള്ള തർക്കം ഉണ്ടാവും. പിന്നെ എവിടെ ചാൻസ് കിട്ടിയാലും അവരെ കുറിച്ച് പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, ചളി വാരി അറിയാ, കാണുന്നവരോടൊക്കെ നമ്മളെ ഫേസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവരെ കുറിച്ച് മോശം പറയാ. ഇങ്ങനെ പല റീസൺസ് ആയിട്ട് ഇഷ്ടം പോലെ. അല്ലെങ്കിൽ ഒരു മോൻ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന പെൺകുട്ടീനെ കല്യാണം കഴിക്കാം, അവന് ഇഷ്ടപ്പെട്ടു, അവൻ ഹലാലാക്കി തരാൻ വേണ്ടി വീട്ടിൽ വന്ന് പറഞ്ഞു, ഉമ്മക്കും വാപ്പക്കും ഇഷ്ടപ്പെട്ടില്ല. ഇനി ഈ പെണ്ണിനാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വാപ്പയില്ല, ഇനി ഇങ്ങനെ ഒരു ഉമ്മ ഇല്ല. അതേപോലെ തിരിച്ചു മോള് വിചാരിക്കുക, മോൻ പറയാം, ഉമ്മയും വാപ്പയും പറയും, ഇനി എനിക്ക് ഇങ്ങനെ ഒരു ഉമ്മയും വാപ്പയില്ല, ഇനി പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട, എനിക്ക് തന്നെ അറിയേയില്ല, ഞാൻ മരിച്ചതാക്കിയിട്ട് കണക്കാക്കിക്കാൾ, എന്റെ മയ്യത്ത് വരെ നീ കാണാൻ വരണ്ട. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണുന്നതാണ്, കേൾക്കുന്നതാണ് അല്ലെ? ഭയങ്കര വലിയ സ്റ്റേറ്റ്മെന്റുകളാണ് ഇതൊക്കെ. ഭയങ്കര വലിയ റിസൾട്ടുകൾ, ദോഷങ്ങൾ ഉണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചതാണ് എന്ത്? ലാ യദ്ഖുൽ ജന്നത ഖാതിഉൻ. ഒരു റീസണും അള്ളാഹു അതിന് ന്യായീകരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ശിർക്ക് ചെയ്യുന്നവരെ പോലും നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ അകറ്റരുത് എന്ന് റബ്ബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊന്നും അവരുമായിട്ട് ബന്ധം കട്ട് ചെയ്യാൻ ഒരു റീസൺ അല്ല. ഭയങ്കര സീരിയസ് അത്, ഭയങ്കര സീരിയസാ. അപ്പൊ ഫാസിഖ് എന്ന് പറയുന്നത് ബന്ധുക്കളുമായിട്ട് കണക്ഷൻ കട്ട് ചെയ്യുന്നവരാണ്. ഇനി കട്ട് ചെയ്യൽ ഒരു വശം, വേറൊന്ന് മെയിൻറ്റെയിൻ ചെയ്യല്, അത് വേറൊരു ആർട്ടാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. കട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ അവരുമായിട്ട് ഞാൻ പ്രശ്നമൊന്നുമില്ല, എവിടെന്നെങ്കിലും കണ്ടാൽ ഞാനൊന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും അല്ലെ, അത് കട്ട് ചെയ്യാതിരിക്കല്. എന്നാൽ മെയിൻറ്റെയിൻ ചെയ്യലും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവനെ കണ്ടാൽ ചിരിക്കയില്ല, അവൻ പോകുന്നിടത്ത് ഞാൻ പോവുകയില്ല എന്നുള്ളതാണ് കട്ട് ചെയ്യല്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യൽ എന്താണ്? നമ്മൾ അവരെ കാണുക, അവരോട് സംസാരിക്കല്ലേ, കാണാൻ പറ്റില്ല ദൂരത്തൊക്കെ ആണെങ്കിൽ വിളിച്ച് സംസാരിക്കുക, അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, അവരോട് ഇങ്ങോട്ട് വാങ്ങാം. സത്യം പറയണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങലും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിൽ ചിലരുണ്ട്, ഞാൻ കൊടുക്കും, ഞാൻ എല്ലാവർക്കും കൊടുക്കും, ഞാൻ ഭയങ്കര കൊടുക്കുന്ന ആളാണ്, പക്ഷെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്കും ബന്ധങ്ങൾ കീപ്പ് ചെയ്യണം.
അവർക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രതിഫലം തരണം. സന്തോഷത്തോടു കൂടി വാങ്ങി വെക്കുക, അവർക്കും കൊടുക്കുക, അവരോട് ഇങ്ങോട്ട് വാങ്ങുക, അവരെ പോയി കാണുക, ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ വേണം. ഫ്രണ്ട്സ് മാത്രം മതി, ഇതിന്റെ എല്ലാ കാര്യത്തിനും എനിക്ക് ഫ്രണ്ട്സ്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ബന്ധങ്ങൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് മാത്രം മതിയും തീരുമാനിച്ചാൽ പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റൂല, നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റൂല. നമുക്ക് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും, രണ്ടിലും നമുക്ക് ആളുകളെ വേണം. നമ്മളുടെ ബന്ധുക്കളെ വേണം, രക്തബന്ധങ്ങളെ വേണം, നിർബന്ധമാണ്. അത് നമ്മളെ മനുഷ്യരാക്കി നിലനിർത്തും. നമ്മളുടെ ഹൃദയങ്ങളിൽ സ്നേഹവും ഇഷ്ടവും ക്ഷമയും സഹനവും ഒക്കെ ഉണ്ടാക്കും, നമ്മളുടെ ഹൃദയങ്ങളെ വിശാലമാക്കും. സോ നമ്മൾ ചുറ്റുപാടും ബന്ധുക്കൾ ഉണ്ടെങ്കിൽ, നമ്മൾ താമസിക്കുന്ന നാട്ടിൽ തന്നെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ, ഒരു നല്ല ഇബാദത്തും ചെയ്യാനില്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് എന്താണ് സുഖല്ലേ, മക്കളൊക്കെ അവർക്ക് സന്തോഷമുള്ള സംസാരം സംസാരിക്കട്ടോ, പ്രയോജനമില്ലാത്ത ഒരു സംസാരം സംസാരിക്കരുതേ. മോന് പോയിട്ട് ഇതുവരെ ജോലി ആയില്ല എന്ന് ചോദിക്കാൻ വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട, വിഷമിപ്പിക്കാൻ വേണ്ടി വിളിക്കേണ്ട. സന്തോഷമുള്ള കാര്യങ്ങൾ ചോദിക്കുക, എന്തെങ്കിലും സന്തോഷമുള്ളത് കൊടുക്കുക, പോയി കാണുക, വിഷമം ഉണ്ടാക്കാൻ വേണ്ടി ആവരുത് അത്. നാട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് എങ്കിലും അല്ലേ, അതൊരു ഇബാദത്താണ്. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ കുറെ കാലമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ആർക്കെങ്കിലും അസ്സലാമു അലൈക്കും, എന്താണ് റാഹത്തല്ലേ, മെസ്സേജ് മതി. അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് എന്താണോ പറ്റുക ഓക്കെ അത് ചെയ്യാം. പിന്നെ വേറെ ചിലരുണ്ട്, ഞാനിനി എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഓരെന്നോട് മോശമായിട്ടേ നിൽക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നല്ലത് എത്ര ചെയ്തു കഴിഞ്ഞാലും എന്താണ് ഞാൻ അവർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ ഓരെനിക്ക് ഒരിക്കലും ഒന്നും തരലില്ല. ഞാൻ ഓരെ പോയി കാണും, ഓരിങ്ങോട്ട് വന്ന് കാണേയില്ല. ഞാൻ ഇങ്ങനെ പോയി കാണാന്നല്ലാണ്ടല്ലേ, ഞാൻ ഭക്ഷണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു വരൂല, ഒരു നാട്ടുകാരെ മുഴുവൻ വിളിക്കും, ഇന്നെ വിളിക്കൂല. ഞാൻ ഓരോ മക്കളെ കാണുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഓരോ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങും. അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല അല്ലേ. എന്റെ മക്കളെ പേര് വരെ അവർക്ക് അറിയൂല. അങ്ങനത്തെ വേറൊരു വശമുണ്ട്. ഞാൻ അങ്ങോട്ട് ശ്രമിക്കുന്നു, പക്ഷെ അവരിങ്ങോട്ട് യാതൊരു സംഭവം അവരിൽ നിന്ന് ഇല്ല. അതും നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അവരെ കണ്ട എനിക്ക് വിഷമം, കാരണം അമ്മാരി വർത്താനാ പറയാ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈസൽ വാസിലു ബിൽ മുകാഫി വലകിനൽ വാസിലു അല്ലദി ഇദാ ഖതഅത് റഹിമുഹു വസലഹ. അൽ വാസിൽ എന്ന് പറയുന്നവൻ ആരാണ്? അവന്റെ ബന്ധുക്കൾ, അവന്റെ രക്തബന്ധുക്കൾ ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം കൊടുക്കുന്നവർ, അല്ലെങ്കിൽ നന്മയ്ക്ക് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല. പകരം അൽ വാസിൽ എന്ന് പറയുന്നത് അവന്റെ രക്തബന്ധു, അവന്റെ ബന്ധു അവനുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്താൽ പോലും ആ ബന്ധം നിലനിർത്തുന്നവനാണ് അൽ വാസിൽ. അപ്പൊ അവരിങ്ങോട്ട് നല്ലതായിട്ട് നമ്മൾ അങ്ങോട്ട് നല്ലതാക്കലല്ല, പകരം അവര് മോശമായാലും അവരോട് നല്ലോണം നിൽക്കുന്നവനാണ് എന്ത്? അൽവാസിൽ. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഈ യോജിപ്പിക്കുന്നവൻ. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഇനി ഇതിന്റെ ഒരു അടുത്ത ലെവലുണ്ട്, സുബ്ഹാനല്ലാഹ്, അതിനും ഹദീസ് ഉണ്ട്. ഒരാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് ഇന്നൊരു റിലേറ്റീവ് ഉണ്ട്, ഞാൻ അവരുമായിട്ട് എങ്ങനെ അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവര് കട്ട് ചെയ്ത് കളയും. ഞാൻ കാണാൻ ശ്രമിക്കും, നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കും, പക്ഷെ അവര് അതിന് നിന്ന് തരൂല. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കും, അവർ എത്ര മിണ്ടാതിരുന്നു കഴിഞ്ഞാലും ഞാൻ സലാം പറയും, ഞാൻ സംസാരിക്കും, ഞാൻ അത് കൊടുക്കും, ഞാൻ ഇത് കൊടുക്കും, പക്ഷെ അവര് എന്നെ ഇഗ്നോർ ചെയ്യാണ്, അവരെന്നോട് എപ്പോഴും അകൽച്ച പാലിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ. ഞാൻ എത്ര സംസാരിക്കാൻ ശ്രമിച്ചാലും അവര് സംസാരിക്കൂല, ഞാൻ എത്ര അവർക്ക് നന്മ ചെയ്യാൻ വിചാരിച്ചാലും അവരത് കണ്ടതായിട്ട് നടിക്കൂല, അവരെന്നെ മോശമായിട്ടേ കാണുള്ളൂ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് കുറച്ച് മിസ്സായിട്ടുണ്ട്, ഞാൻ ഒന്നും കൂടെ മേലേന്ന് തുടങ്ങാം. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് ബന്ധങ്ങൾ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് അല്ലെ. അപ്പം നമ്മൾ ആ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു അൽവാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹദീസ്. അപ്പോൾ ആരാണ് അൽവാസിൽ? അവര് നമ്മളോട് മോശമായിട്ട് നിന്ന് കഴിഞ്ഞാലും നമ്മൾ ബന്ധം ചേർക്കുന്നവരാണ് അൽവാസിൽ. അല്ലാണ്ട് അവരിങ്ങോട്ട് ചെയ്ത നന്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നവരല്ല അൽവാസിൽ. സ്വഹീഹ് അൽ ബുഖാരി. അപ്പം അവര് നമ്മളോട് എന്തെന്നെ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുക.
ഇനി ഞാൻ പറഞ്ഞു അതിന്റെ ഒരു അടുത്ത ലെവലുണ്ട്. അതായത് നമ്മൾ അവരോട് എങ്ങനെ നിന്ന് കഴിഞ്ഞാലും, എത്ര നന്നായി പറഞ്ഞു കഴിഞ്ഞാലും അവർ മോശമേ ഇങ്ങോട്ട് പറയൂ. നമ്മൾ അവരെ എത്ര പോയി കാണാൻ ശ്രമിച്ചാലും അവർ കാണൂല, അല്ലെങ്കിൽ കാണാൻ വേണ്ടി നിന്ന് തരൂല. നമ്മളെ സൈഡിൽ നിന്ന് ഏതൊരു നല്ല ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാലും അവർ നമ്മളെ ഇഗ്നോർ ചെയ്യും. അവർ നമ്മളെ നിന്നും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കും. നമ്മൾ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മോശം പറയും. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പരാതി പറയാണ്, ഇങ്ങനെ ഇങ്ങനെ ഒരു ബന്ധം എനിക്കുണ്ട്, ഞാൻ അവരുടെ അടുത്ത് നന്നായി നിന്നാൽ അവർ മോശം വാക്കുകളേ പറയുള്ളൂ, എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ അടുത്ത് നിന്ന് എനിക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതായത് ഇത് നെക്സ്റ്റ് ലെവലാണ്. ആദ്യത്തത് നമ്മൾ പറഞ്ഞത് അവര് മോശം ചെയ്താലും തിരിച്ച് നന്മ ചെയ്യലാണ് അൽവാസിൽ. ഇത് തിരിച്ച് നന്മ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാലും തിരിച്ച് മോശം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലഇൻ കുൻത കമാ ഖുൽത, നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, അത് എന്തുപോലെയാണ്, നീ അവരുടെ മുഖത്ത് ഹോട്ട് ആഷസ്, അതായത് ചൂടുള്ള ചാരം എറിഞ്ഞ പോലെയാണ്. വലാ യസാലു മഅക മിനല്ലാഹി ദഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്, എന്താണ്, നിന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും, ഒരു മലക്കുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു മലക്കുണ്ടാവും നിന്നെ അവർക്കെതിരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെ നീ ഈ പാതയിൽ നീ സ്വാലിഹായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പാതയിൽ തുടരുന്നോറും കാലം നിന്റെ കൂടെ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു മലക്കുണ്ടാവും. സുബ്ഹാനല്ലാഹ്, പിന്നെന്ത് വേണം അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ആരെങ്കിലുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഒന്നും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരിങ്ങോട്ട് നമ്മളെ വീണ്ടും വീണ്ടും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാതയിൽ, അള്ളാഹുവിന്റെ പാതയിലായിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ ഒരു മലക്ക് നമുക്ക് സഹായത്തിനുണ്ടാവും. സുബ്ഹാനല്ലാഹ്. ശരിക്കും നീ അപ്പം എന്താണ്, വിന്നറാണ് അല്ലേ? നിന്റെ കൂടെ എപ്പോഴും അള്ളാഹുവിന്റെ ഒരു മലക്ക് അവർക്കെതിരെ സഹായത്തിനുണ്ടാവും. സഹായത്തിന് അള്ളാഹു ഒരാളെ നിനക്ക് ഇറക്കി തരും. അപ്പൊ എത്ര ശ്രേഷ്ഠമായിട്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തിനെ കാണുന്നത്. അള്ളാഹുവിന്റെ ഹെൽപ്പ് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കുടുംബ ബന്ധം ചേർക്കൽ ഇത്രയും വാല്യുബിൾ ആയിട്ട് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. നമുക്കെല്ലാവർക്കും നമ്മളെ കുടുംബത്തിലല്ലേ, നമ്മളൊക്കെ കുറച്ച് മുതിർന്നവരാണ്, എന്നാ പോലും നമ്മളെ എല്ലാ അളാപ്പ മുത്താപ്പ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ഒരു പക്ഷെ ഉണ്ടാവില്ലായിരിക്കും. ഉണ്ടെങ്കിൽ അതും നമുക്കറിയൂ. നമ്മളോട് തന്നെ ചോദിക്കുക, വല്യപ്പാന്റെ കസിൻസിനെ, വല്യമ്മന്റെ കസിൻസിനെ, ഉപ്പന്റെ സൈഡിൽ, ഉമ്മന്റെ സൈഡിൽ നമുക്കറിയോ? അറിയാമെങ്കിലും ചെയ്യല്ലേ. അപ്പം എല്ലാവരും ഒന്ന് വർക്ക് ചെയ്യുക അതിന്റെ മുകളിൽ, മക്കളെയും കൂടി ഇരുത്ത്. കാരണം മക്കൾക്ക് അത്ര പോലും അറിയില്ലായിരിക്കും. നമ്മൾ പറയും ഇന്നത്തെ കാലല്ലേ അല്ലെ, ഓർക്കൊക്കെ അത് പടച്ചോൻ പറഞ്ഞതാണ്, എല്ലാ കാലത്തും ബാധകമാണ് പടച്ചോൻ പറഞ്ഞ നിയമങ്ങൾ. അപ്പൊ എത്രത്തോളം നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റുമോ, അറിയാൻ ശ്രമിക്കുക. എത്രത്തോളം നമുക്ക് ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റുമോ കീപ്പ് ചെയ്യുക, കട്ട് ചെയ്യാതിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കാണാൻ പറ്റുന്നവരെ കാണുക, വിളിക്കാൻ പറ്റുന്നവരെ വിളിക്കുക, സംസാരിക്കുമ്പോൾ നല്ല വാക്ക് സംസാരിക്കാൻ ശ്രമിക്കുക, അവർക്ക് വിഷമം ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കണ്ട. ഓക്കെ, നമുക്കത് ചെയ്തേ മതിയാവും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. ഇനി നമ്മളൊരു സുഹൃത്തിന്റെ കാര്യം എടുക്കുക. സുഹൃത്തുമായിട്ട് തല്ലുണ്ടാക്കുകയാണെങ്കിലോ അള്ളാഹ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടോ? അതും തെറ്റ് തന്നെയാണ്. അതും അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്ത്, നിങ്ങളുടെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നത് പോലെ ഇസ്ലാമിക് സാഹോദര്യം അല്ലേ, ഒരു വിശ്വാസിയുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യാൻ, വിശ്വാസിയുമായിട്ടുള്ള ആ ഒരു കയറ് ഉറപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ഫ്രണ്ട്ഷിപ്പ്, ദീനിന്റെ പേരിലുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യണം. അവര് നമ്മൾക്ക് ദീനിലുള്ള സഹോദരികളും സഹോദരന്മാരുമാണ്. അപ്പൊ മറ്റൊരു വിശ്വാസിയുമായിട്ട് നിങ്ങൾ വഴക്കിലായാലും 3 ദിവസത്തിൽ കൂടുതൽ അത് നീട്ടിക്കൊണ്ടുപോകാൻ അള്ളാഹു സുബ്ഹാനഹു തആല അനുവാദം കൊടുത്തിട്ടില്ല അല്ലെ. അപ്പം ആ ബന്ധങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യണം. ചിലപ്പം ഡിഫറെന്റ് ലെവലുകളായിരിക്കും. ചിലത് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിരിക്കും, ഡേ ടു ഡേ ഡെയിലി നമ്മൾ കണക്ട് ചെയ്യുന്നവരായിരിക്കും. ചിലത് അത്രക്കും ആവില്ല അല്ലെ. നമുക്ക് എല്ലാവരും ഒരേപോലെ ക്ലോസ് ആക്കി കാണാൻ ഫ്രണ്ട്സിൽ പറ്റൂല. പക്ഷെ ഒരു വിശ്വാസിയായ സഹോദരി അല്ലെങ്കിൽ സഹോദരനാണെങ്കിൽ ലോങ് ടേം 3 ദിവസത്തിൽ കൂടുതൽ അത് കട്ട് ചെയ്യല് പാടില്ല. ഏറ്റവും മിനിമം അവരെ കാണുമ്പോൾ ചിരിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ സലാം പറയുക. ഓക്കെ, അതും ഈ ഒരു ബന്ധവും നമ്മൾ കീപ്പ് ചെയ്തേ മതിയാവും. പിന്നെ മൂന്നാമത് പറഞ്ഞത് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന കാര്യം അല്ലെ. അത് അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ടുള്ള കൽപ്പന അവര് ബ്രേക്ക് ചെയ്യുമ്പോൾ, അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേട് കാണിക്കുമ്പോൾ അവര് എന്താക്കും, ബന്ധങ്ങൾ കട്ട് ചെയ്യുകയും ചെയ്യും, ഒപ്പം ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും. ഫസാദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, വിശദമായിട്ട് നമ്മളിപ്പോൾ പറയുന്നില്ല. കേൾക്കാത്തവർ പഴയ ക്ലാസ്സുകളിൽ നിന്ന് ഫസാദിനെ കുറിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. ഇവരൊക്കെ ആരാണെന്നാ പറഞ്ഞത്? നഷ്ടക്കാര്, ഖാസിരീൻ,
അല്ലെ? അവർ നഷ്ടക്കാരാണ്. അവർ വിചാരിക്കും അവർ വിജയികളാണെന്ന്. ഒരങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അവരോട് ഇങ്ങനെ ചെയ്തത് എന്ന് പറയും. പക്ഷെ അവര് നഷ്ടക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നഷ്ടക്കാരപ്പെടുന്നതിനെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മളെ വരുന്ന തലമുറകളെയും എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഈ കാര്യങ്ങൾ ചെയ്തു പോയ ഒരുപാട് തിന്മകളുണ്ട്. നമ്മൾ ഓരോരുത്തരും ചെയ്ത ഒരുപാട് തിന്മകളുണ്ട്. അള്ളാഹു എല്ലാം നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഇത് അറിഞ്ഞത് മുതൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനും അതിന്റെ ആ ഒരു ലൈറ്റ് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. اللهم اهدني وسددني اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.